റമളാൻ മാസത്തിനെ ബഹുമാനിക്കണേ, റമളാൻ മാസത്തിനെ ആദരിക്കണേ. അവിടെന്ന് പറയുന്നു നബിയേ, അങ്ങയുടെ ദുആയെ തടയുന്ന ഒരാളുണ്ട്, അങ്ങയുടെ ദുആയെ തടയുന്ന ഒരാളുണ്ട്. ആരാണ് പടച്ചവനെ? ആരാ പടച്ചവനെ? ആരാ വരുന്നതെന്നറിയുമോ? പരിശുദ്ധമായ റമളാൻ മാസം നിറകണ്ണുകളോട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാഹ് ഇവൻ എന്നെ പരിഗണിച്ചില്ല തമ്പുരാന്, അല്ലാഹുവേ എന്നെ ഇവൻ പരിഗണിച്ചില്ല തമ്പുരാന്. എന്റെ മഹത്വം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയാണ്, ഒരു സുന്നത്തിനൊരു ഫർദിന്റെ കൂലിയാണ്. റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, നരകമോചനത്തിന്റെ 10. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറ്റുന്ന മാസമാണ്. 83 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന മാസമാണ്. പടച്ചവനെ എന്നെ എല്ലാവരും ബഹുമാനിച്ചു. കൊച്ചുകുട്ടികൾ വരെ നോമ്പ് പിടിച്ചു, രോഗികൾ വരെ നോമ്പ് പിടിച്ചു, അമുസ്ലിമീങ്ങൾ പോലും എന്നെ ബഹുമാനിച്ചു. ഇവൻ എന്നെ പരിഗണിച്ചില്ല തമ്പുരാന്, ഇവൻ എന്നെ പരിഹസിച്ച തമ്പുരാന്, ഇവൻ എന്നെ കളിയാക്കി തമ്പുരാന്, ഇവൻ എന്നെ നിസാരമാക്കി പടച്ചവന്. അതുകൊണ്ട് ആർക്ക് നീ പുറത്തു കൊടുത്താലും ഇവന് പുറത്തു കൊടുക്കല്ലേ അല്ലാ. റമളാൻ മാസം പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പറയുകയാണ്, ഇവൻ എന്നെ ബഹുമാനിക്കാത്തവനാണ്, ഇവൻ എന്നെ ആദരിക്കാത്തവനാണ്, ഇവൻ എന്നെ പരിഗണിച്ചില്ല തമ്പുരാന്, ഇവൻ എന്നെ പരിഹസിച്ചവനാണ് തമ്പുരാന്. ഇവന് സാധാരണ ദിവസത്തെ പോലെ എന്നെ കണ്ടുപടച്ചവന്, എന്നെ മുസ്ലിമീങ്ങൾ പോലും ബഹുമാനിച്ചു. ഇവൻ എന്നെ പരിഗണിക്കാത്തവനാണ്. അതുകൊണ്ട് ഇവന് നീ പുറത്തു കൊടുക്കരുത്, ഇവനോട് കരുണ കാണിക്കരുത്, ഇവന് സ്വർഗം കൊടുക്കരുത്. റമളാൻ മാസം നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്ന് പറയുമ്പോ അല്ലാഹു അവനെ കൈവിടുകയാണ്, അല്ലാഹു അവനെ കൈവിടുകയാണ്, മുത്തുനബി അവനെ കൈവിടുകയാണ്. അവസാനം അവൻ നരകത്തിലേക്ക് മലക്കുകൾ വലിച്ചെറിയുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ റമളാൻ മാസത്തിനെ ബഹുമാനിക്കണേ, റമളാൻ മാസത്തിനെ ആദരിക്കണേ. സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്നു, ഈ റമളാനിന് നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് വെച്ച് ഈ റമളാനിന് ഒരാളെ സ്വർഗത്തിൽ കൊണ്ടുപോകാം. ഈ ഇരിക്കുന്ന എനിക്കും നിങ്ങൾക്കും സ്വർഗം വാങ്ങിത്തരുവാനും നരകം വാങ്ങിത്തരാനുമുള്ള അവകാശം നാളെ അല്ലാഹു റമളാനിന് കൊടുക്കും. ആ സമയത്ത് പടച്ചവനെ പരിശുദ്ധമായ റമളാന് നമ്മുടെ കൈ പിടിച്ചുകൊണ്ട് അല്ലാഹുവിന്റെ മുമ്പിൽ ചെന്നിട്ട് പടച്ചവനെ, ഇവൻ എന്നെ ആദരിച്ചവനാണ്, ഇവൻ എന്നെ ബഹുമാനിച്ചവനാണ്, അതുകൊണ്ട് റബ്ബേ ഇവന് സ്വർഗം കൊടുക്കണേ അല്ലാ. റമളാൻ മാസം പറയുമോ എന്ന് സ്വന്തമായിട്ടൊന്ന് ചിന്തിക്കടോ. ഞാൻ വെറുതെ പറഞ്ഞതല്ല, പെങ്ങളെ കളിക്കേണ്ട മാസമല്ല റമളാന്, നിനക്ക് പർച്ചേസ് നടത്താറുള്ള മാസമല്ല റമളാന്. എന്റെ പ്രിയപ്പെട്ടവരെ, പരിശുദ്ധമായ റമളാനിന്റെ മഹത്വം നിനക്കറിയാഞ്ഞിട്ടാണ്. നഷ്ടപ്പെട്ട നാശമാണ്, നഷ്ടപ്പെട്ട സങ്കടമാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്, നാളെ ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂർ എന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മോതുമ്പോ അല്ലാഹുവേ, ഉളുവാറ് പള്ളിയുടെ ഖബർസ്ഥാനിൽ നിന്ന് നിങ്ങളൊക്കെ എഴുന്നേറ്റ് വരുന്ന ഒരു ദിവസമുണ്ടല്ലോ. അല്ലാഹുവിന്റെ കോടതിയിൽ ആദം നബി അലൈഹിസ്സലാം മുതൽ ലോകത്ത് കടന്നു വന്ന 1,24,000 പരം വരുന്ന പ്രവാചകന്മാര്, ആദം നബിയും നൂഹ് നബിയും ഇബ്രാഹിം നബിയും മൂസാ നബിയും ദാവൂദ് നബിയും യാക്കൂബ് നബിയും യൂനുസ് നബിയും യൂസുഫ് നബിയും ഹാറൂൻ നബിയും അയ്യൂബ് നബിയും സക്കരിയാ നബിയും ലോകത്ത് കടന്നു വന്ന പ്രവാചകന്മാര് മുഴുവനും അവരുടെ സമുദായങ്ങൾ മുഴുവനും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് പേടിച്ച് വിറച്ചുകൊണ്ട് തലതാഴ്ത്തി പിടിച്ചിട്ട് പൊട്ടിക്കരഞ്ഞുകൊണ്ട് അള്ളാന്റെ കോടതിയിൽ ഇങ്ങനെ നിൽക്കുമ്പോ ആ പടച്ച റബ്ബിന്റെ പരലോകത്തെ കുറിച്ച് നമുക്കറിയുമല്ലോ. ഈ 11:30 സമയത്ത് ഇരിക്കുന്ന ഈ സ്റ്റേജിന്റെ ഉള്ളിൽ ചുറ്റുഭാഗം മുഴുവനും ഫാന് വെച്ചിട്ട് ഞാനും നിങ്ങളും ഇങ്ങനെ ഇരിക്കുമ്പോ ശരീരം വല്ലാതെ വിയർക്കുകയാണ്. എന്തൊരു ചൂടാണ് ഉസ്താദ്, കണ്ണു
തുറക്കാൻ പറ്റുന്നില്ല. അതാ ചൂടുകാറ്റടിക്കുകയാണ്. പടച്ചവനെ ഇട്ടിരിക്കുന്ന ഫർദയുടെ ഉള്ളിലൂടെ വിയർപ്പ് തുള്ളികൾ ഒഴുകുകയാണ്. ഇത് വല്ലാത്ത ചൂടാണ്, വല്ലാത്ത കഷ്ടപ്പാടാണ് എന്ന് ഞാനും നിങ്ങളും പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട പെങ്ങള്, നിന്റെ ഉമ്മ നിന്നെ പ്രസവിച്ചിട്ടതുപോലെ ഒരു നൂൽബന്ധം പോലുമില്ലാതെ പടച്ചവനെ ചെമ്പിന്റെ തറയിൽ നാളെ നിൽക്കുന്ന ഒരു ദിവസം നിനക്ക് വരാനുണ്ട്. അല്ലാഹുവിന്റെ കോടതിയില് ചെമ്പിന്റെ തറയിലാണ് ഞാനും നിങ്ങളും നിൽക്കുന്നത്. അല്ലാഹുവേ, അന്ന് 15 ലക്ഷം കിലോമീറ്റർ മുകളിൽ നിൽക്കുന്ന സൂര്യനുണ്ടല്ലോ, ഈ സൂര്യനെ അല്ലാഹു സുബ്ഹാനഹു വ തആല താഴ്ത്തുകയാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ നിന്റെ തലയുടെ ഒരു ചാണ് മുകളില്, ഈ വഅദ് പറയുന്ന എന്റെ തലയുടെ ഒരു ചാണ് മുകളില് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സൂര്യനെ അങ്ങ് താഴ്ത്തുകയാണ്. ഒന്ന് ചിന്തിക്കണേ പെങ്ങള്, ഒന്ന് ചിന്തിക്കണേ ചെറുപ്പക്കാരാ. മോനെ, വിയർപ്പിന്റെ അകത്ത് മുങ്ങുന്ന ദിവസമാണ് മസ്സറ. അല്ലാഹുവേ, ചൂടുള്ള നാളുണ്ട്, ഖിയാമം നാളാ. ചുരുക്കി പറഞ്ഞാൽ എന്തോ ഹാലാ ചൂള, വൻദോഷ വണ്ടിയോ മായി വരുന്നേ കാള. ക്ഷീണത്തിനാലൊലിക്കുന്നതാണേ ഈള. സുഹൃത്തുക്കളെ, തിളയ്ക്കുന്നതാണേ മൂള. അമലൊന്നുമില്ല തങ്ങു ചെന്ന കോള. ചോറ് തിളയ്ക്കുന്നത് കണ്ടിട്ടില്ലേ ചെറുപ്പക്കാരാ? പെങ്ങളെ, ചോറ് വെക്കുമ്പോ കലത്തിനകത്ത് കിടന്ന് ചോറിങ്ങനെ തിളച്ച് മറിയുന്നത് നീ കാണാറുണ്ടല്ലോ. പെട്ടെന്ന് നീ അടപ്പെടുത്തു മാറ്റുകയാണ്, തീയങ്ങ് കുറയ്ക്കുകയാണ്. എന്നാ നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് ഞാനും നിങ്ങളും നിൽക്കുമ്പോ തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറിങ്ങനെ തിളയ്ക്കുകയാ. തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറ് തിളച്ചിട്ട് മുഖത്തുകൂടെ ഒഴുകുന്ന ദിവസമാണ് മസ്സറ. ചിന്തിക്കു പെങ്ങള്, നാളെ അല്ലാഹുവിന്റെ കോടതിയില് തലയോട്ടിക്കകത്ത് കിടക്കുന്ന തലച്ചോറിങ്ങനെ തിളച്ചിട്ട് മുകളിലൂടെ ഒഴുകുകയാണ്. അതാണ് അല്ലാഹുവിന്റെ മസ്സറ. ആ ഭയാനകമായ ദിവസത്തിൽ ഒരാൾ പോലും നമ്മളെ സഹായിക്കാനില്ല. യൗമ യഫിറുൽ മർഉ മിൻ അഖീഹി وأمه وأبيه وصاحبته وبنيه. നിനക്ക് ജന്മം നൽകിയ നിന്റെ പിതാവുണ്ടല്ലോ, 10 മാസം ഗർഭം ചുമന്ന മരണവേദനയുടെ വേദന എന്നെന്ത് പ്രസവിച്ച മാതാവുണ്ടല്ലോ, നിന്റെ രക്തത്തിൽ പിറന്ന നിന്റെ മക്കളുണ്ടല്ലോ, നിന്റെ കൂടെ കിടന്നുറങ്ങിയ നിന്റെ ഭാര്യയുണ്ടല്ലോ, ഇവരാരും നാളെ പടച്ച റബ്ബിന്റെ പരലോകത്ത് നിന്നെ തിരിഞ്ഞു നോക്കില്ല. ഒരാള് പോലും നിന്നെ സഹായിക്കില്ല. അന്ന് നിന്റെ സ്വന്തം മക്കള് പടച്ചവനോട് പറയുന്നു, അല്ലാ, എന്റെ വാപ്പയുടെ നന്മ മുഴുവനും എടുത്ത് എനിക്കിതാ പടച്ചവന്, എന്റെ പാപം മുഴുവനും എന്റെ വാപ്പായുടെ തലയിൽ കെട്ടിവെച്ചിട്ട് എന്റെ വാപ്പാനെ വേണമെങ്കിൽ നീ നരകത്തിലേക്ക് വലിച്ചെറിഞ്ഞോ, എനിക്ക് സ്വർഗം തരണേ അല്ലാ എന്ന് സ്വാർത്ഥരായി പോകുന്ന ദിവസമുണ്ടല്ലോ. പെങ്ങളെ, മോളെ മോളെ എന്ന് പറഞ്ഞ് സ്നേഹത്തോടെ കൊണ്ട് നടക്കുന്ന നിന്റെ പ്രിയപ്പെട്ട പൊന്നാര മകളുണ്ടല്ലോ, അവള് ചെമ്പിന്റെ തറയിൽ നിന്നിട്ട് കാല് പൊള്ളുമ്പോ അല്ലാഹുവിനോട് പറയുന്നു, അല്ലാ, എന്റെ ഉമ്മാനവൊന്നും മലത്തി കിടത്തി തരുമോ അല്ലാ, ഞാനാ നെഞ്ചത്ത് കയറിയൊന്ന് നിൽക്കട്ടെ റബ്ബേ, എന്റെ കാല് പൊള്ളും റബ്ബേ എന്ന് നമ്മുടെ പൊന്നാര മക്കള്
ഇന്ന് നമ്മുടെ പൊന്നാര മക്കള് നാളെ പടച്ചവനോട് പറയുന്ന ദിവസമാണ് മസ്സറ. അന്ന് എല്ലാവരും നമ്മളെ കൈവിടുകയാണ്. അന്ന് നമ്മളെ എല്ലാവരും കൈവിടുകയാണ്. ആ പരലോകത്ത് ഞാനും നിങ്ങളും ഇങ്ങനെ നിൽക്കുമ്പോ നബി തങ്ങൾ പറയുന്നു റഅയ്തു മിൻ ഉമ്മത്തി, നബി തങ്ങൾ പറയുന്നു എന്റെ സമുദായത്തിൽ നിന്നൊരു ചെറുപ്പക്കാരനെ നരകത്തിന്റെ മലക്കുകൾ ഇങ്ങനെ കൊണ്ടുപോവുകയാ. അല്ലാഹുവേ, സബാനിയത്തിന്റെ മലക്കുകളുണ്ടല്ലോ, അതാ ഒരു മനുഷ്യനെ നബി തങ്ങളുടെ മുമ്പിലൂടെ വലിച്ചിടച്ചു കൊണ്ടുപോവുകയാണ്. അല്ലാഹുവിന്റെ റസൂലിന്റെ മുമ്പിലൂടെ ആ മനുഷ്യനെ കൊണ്ടുപോകുമ്പോ മുത്തുനബിയെ കാണുമ്പോ ആ ചെറുപ്പക്കാരെ കരയുന്നു, യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, എല്ലാവരും എന്നെ കൈവിട്ടിരിക്കുന്നു നബിയേ, എന്നെ നരകത്തിലേക്ക് വലിച്ചെറിയാ കൊണ്ടുപോകുകയാണ് നബിയേ, എനിക്കാരുമില്ല നബിയേ, എനിക്കാരുമില്ല നബിയേ, എന്നെ ഒന്ന് സഹായിക്കണേ എന്ന് നബി തങ്ങളുടെ മുമ്പിൽ കിടന്നുകൊണ്ട് കരയുമ്പോ ആ മനുഷ്യനെ നരകത്തിന്റെ മലക്കുകൾ കയ്യിലിരിക്കുന്ന ചങ്ങല കൊണ്ട് തല്ലുകയാണ്. അവസാനം മുത്തുനബിയുടെ മുമ്പിൽ കിടന്ന് കരയുമ്പോ കാരുണ്യത്തിന്റെ പ്രവാചകനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പടച്ച റബ്ബിന്റെ ദർബാറിലേക്ക് ഇരു കരങ്ങൾ ഉയർത്തുകയാണ്. അവിടുന്ന് ദുആ ചെയ്യുന്നു, അല്ലാഹ്, ഈ മനുഷ്യന് നീ പുറത്തു കൊടുക്കണേ അല്ലാഹ്. ലോകത്തിന്റെ നേതാവ് അവിടുന്ന് തന്റെ കരങ്ങൾ ഉയർത്തിയിട്ട് ദുആ ചെയ്യുമ്പോ അല്ലാഹുവിന്റെ ഭാഗത്ത് നിന്ന് വിളിച്ചു പറയുന്നു, നബിയേ, അവന് വേണ്ടി ദുആ ചെയ്യണ്ട നബിയേ, അങ്ങയുടെ ദുആ സ്വീകരിക്കില്ല നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകനോട് പറയുകയാണ്, അങ്ങയുടെ ദുആ സ്വീകരിക്കില്ല. എന്തേ അല്ലാഹ് എന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം എന്താണ്? എനിക്കിന്ന് ശഫാഅത്ത് ചെയ്യാൻ, എനിക്കിന്ന് ശഫാഅത്ത് ചെയ്യാൻ അല്ലാഹുവേ അർഹതയുണ്ടല്ലോ. എന്റെ ദുആ സ്വീകരിക്കാത്തതിന്റെ കാരണം ചോദിക്കുമ്പോ അവിടുന്ന് പറയുന്നു, നബിയേ, അങ്ങയുടെ ദുആയെ തടയുന്ന ഒരാളുണ്ട്, അങ്ങയുടെ ദുആയെ തടയുന്ന ഒരാളുണ്ട്. ആരാണ് പടച്ചവനെ? ആരാ പടച്ചവനെ? ആരാ വരുന്നതെന്നറിയുമോ? പരിശുദ്ധമായ റമളാൻ മാസം നിറകണ്ണുകളോട് അല്ലാഹുവിന്റെ മുമ്പിലേക്ക് കടന്നു വരികയാണ്. എന്നിട്ട് പറയുന്നു, അല്ലാഹ്, ഇവൻ എന്നെ പരിഗണിച്ചില്ല തമ്പുരാന്, അല്ലാഹുവേ, എന്നെ ഇവൻ പരിഗണിച്ചില്ല തമ്പുരാന്. എന്റെ മഹത്വം എല്ലാവർക്കും അറിയുന്നതാണല്ലോ. ഒരു ഫർദിന് 70 ഫർദിന്റെ കൂലിയാണ്, ഒരു സുന്നത്തിനൊരു ഫർദിന്റെ കൂലിയാണ്. റഹ്മത്തിന്റെ 10, മഗ്ഫിറത്തിന്റെ 10, നരകമോചനത്തിന്റെ 10. ഓരോ ദിവസവും ലക്ഷക്കണക്കിന് പേര് നരകത്തിൽ നിന്ന് കരകയറ്റുന്ന മാസമാണ്. 83 കൊല്ലം ഇബാദത്ത് ചെയ്ത കൂലി കിട്ടുന്ന മാസമാണ്. പടച്ചവനെ, എന്നെ എല്ലാവരും ബഹുമാനിച്ചു. കൊച്ചുകുട്ടികൾ വരെ നോമ്പ് പിടിച്ചു, രോഗികൾ വരെ നോമ്പ് പിടിച്ചു, അമുസ്ലിമീങ്ങൾ പോലും എന്നെ ബഹുമാനിച്ചു. ഇവൻ എന്നെ പരിഗണിച്ചില്ല തമ്പുരാന്, ഇവൻ എന്നെ പരിഹസിച്ച തമ്പുരാന്, ഇവൻ എന്നെ കളിയാക്കി തമ്പുരാന്, ഇവൻ എന്നെ നിസാരമാക്കി പടച്ചവന്. അതുകൊണ്ട് ആർക്ക് നീ പുറത്തു കൊടുത്താലും ഇവന് പുറത്തു കൊടുക്കല്ലേ അല്ലാഹ്. റമളാൻ മാസം പടച്ച റബ്ബിന്റെ മുമ്പിൽ നിന്ന് പൊട്ടിക്കരന്നുകൊണ്ട് പറയുകയാണ്, ഇവൻ എന്നെ ബഹുമാനിക്കാത്തവനാണ്, ഇവൻ എന്നെ ആദരിക്കാത്തവനാണ്, ഇവൻ എന്നെ പരിഗണിച്ചില്ല തമ്പുരാന്, ഇവൻ എന്നെ പരിഹസിച്ചവനാണ് തമ്പുരാന്, ഇവന് സാധാരണ ദിവസത്തെ പോലെ എന്നെ കണ്ടുപടച്ചവന്, എന്നെ മുസ്ലിമീങ്ങൾ പോലും ബഹുമാനിച്ചു, ഇവൻ എന്നെ പരിഗണിക്കാത്തവനാണ്. അതുകൊണ്ട് ഇവന് നീ പുറത്തു കൊടുക്കരുത്, ഇവനോട് കരുണ കാണിക്കരുത്, ഇവന് സ്വർഗം കൊടുക്കരുത്. റമളാൻ മാസം നാളെ പടച്ച റബ്ബിന്റെ മുമ്പിൽ എന്ന് പറയുമ്പോ അല്ലാഹു അവനെ കൈവിടുകയാണ്, അല്ലാഹു അവനെ കൈവിടുകയാണ്, മുത്തുനബി അവനെ കൈവിടുകയാണ്. അവസാനം അവൻ നരകത്തിലേക്ക് മലക്കുകൾ വലിച്ചെറിയുമെന്ന് നബി തങ്ങൾ പഠിപ്പിക്കുമ്പോ റമളാൻ മാസത്തിനെ ബഹുമാനിക്കണേ, റമളാൻ മാസത്തിനെ ആദരിക്കണേ. പെങ്ങളെ, രാവും പകലും കറങ്ങി നടക്കുമ്പോ ചിന്ത
ചിന്തിക്കേണ്ട പല കാര്യമുണ്ട് പെങ്ങള്. എടോ നോമ്പുകാരന്റെ മഹത്വം എന്തെന്നറിയോ? പടച്ചവനെ, നമ്മളുടെ വായിക്കകത്ത് നിന്ന് ഭക്ഷണം കഴിക്കാത്തത് കാരണം ദുർഗന്ധം വരുന്നല്ലോ. നമുക്കത് വല്ലാത്ത ദുർഗന്ധമാടോ, നമുക്കത് വല്ലാത്ത അസ്വസ്ഥതയാടോ. എന്നാ നിനക്കതിന്റെ പ്രതിഫലം അറിയുമോ? ഈ ദുർഗന്ധത്തിന് അല്ലാഹുവിന്റെ മുമ്പിൽ കസ്തൂരിയുടെ വാസനയാ. നോമ്പുകാരന്റെ വായിക്കകത്ത് നിന്നടിക്കുന്ന ദുർഗന്ധം പോലും അത് അല്ലാഹുവിന്റെ മുമ്പിൽ കസ്തൂരിയേക്കാൾ വാസനയാണ്. നിനക്കറിയുമോ നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന ദുർഗന്ധത്തിന്റെ മഹത്വം നിനക്കറിയുമോ? മോനെ, നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ ഞാനും നിങ്ങളും നിൽക്കുമ്പോ, അല്ലാഹുവിന്റെ കോടതിയില് നമ്മളെല്ലാവരും നിൽക്കുമ്പോ, അതാ ഒരു കാറ്റടിക്കുകയാണ്, ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്, ഒരു സുഗന്ധം ഇങ്ങനെ അടിച്ചു വീശുകയാണ്. പരലോകത്ത് നിൽക്കുന്നവർ ചോദിക്കുന്നു, അല്ലാ ഇതേതാ അല്ലാ, ഈ സുഗന്ധം ഏതാണ് റബ്ബേ? ജീവിതത്തിൽ ഞങ്ങൾ ഇതുപോലെ ഒരു സുഗന്ധം അനുഭവിച്ചിട്ടില്ല. ഇത് ഏതാണ് പടച്ചവര്? ഇതേതാണ് പടച്ചവര്? നബി തങ്ങൾ പറയുന്നു, സ്വഹാബാ, ആ സുഗന്ധം ഏതെന്നറിയുമോ? നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന ആ സുഗന്ധമാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, നോമ്പുകാരന്റെ വായിൽ നിന്നടിക്കുന്ന ആ സുഗന്ധമാണ്. ആ പരലോകത്ത് നിൽക്കുന്ന എല്ലാവരും അത്ഭുതത്തോടെ ചോദിക്കുന്നു, ഈ സുഗന്ധം ഏതാണെന്ന്. ഇതാടോ നോമ്പുകാരന്റെ മഹത്വം, ഇതാണ്. പ്രായമുള്ളവര് നോമ്പ് പിടിക്കുന്നല്ലോ, രോഗികൾ നോമ്പ് പിടിക്കുന്നല്ലോ. വാപ്പാ, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്തെന്നറിയോ? ഈ വയലിന്റെ സദസ്സിലിരിക്കുന്ന പ്രായം ചെന്ന ഉപ്പയോട് പറയുകയാണ്, പടച്ചവനെ, രോഗിയായിട്ട് പോലും നിങ്ങൾ നോമ്പ് പിടിക്കുന്നല്ലോ, അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? എന്റെ പ്രിയപ്പെട്ട വാപ്പാ, നിന്റെ ഭാര്യ പറയുന്നത് നിനക്ക് ഗ്ലാമർ ഇല്ലെന്ന് പറഞ്ഞ്, നിന്റെ ഭാര്യ പോലും പലപ്പോഴും നിന്നോട് അതിനെ കുറിച്ച് പറയാറുണ്ടല്ലോ. എന്നാ എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, അല്ലാഹുവിന്റെ അനുഗ്രഹങ്ങൾ കൊണ്ട് നിറച്ച സ്വർഗത്തിലെ ഹുർലീങ്ങളായ പെണ്ണുങ്ങളുണ്ടല്ലോ, ആ പെണ്ണുങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യുന്നത് എന്തെന്നറിയുമോ? ഈ പ്രായം ചെന്ന, ഈ രോഗം പിടിച്ച, നോമ്പ് പിടിച്ചിരിക്കുന്ന ഉപ്പാ, അല്ലാഹുവിന്റെ സ്വർഗത്തിലെ പെണ്ണുങ്ങള് അല്ലാഹുവോട് ദുആ ചെയ്യുകയാ, അല്ലാഹുവേ, ആ മനുഷ്യനെ എനിക്ക് തരണേ അല്ലാ, ആ നോമ്പുകാരനായ ആ മനുഷ്യന് എനിക്ക് ഭർത്താവാക്കി തരണേ എന്ന് സ്വർഗത്തിലെ ഹൂറില്ലീങ്ങൾ ദുആ ചെയ്യുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുമ്പോ, പെങ്ങളെ, റമളാൻ മാസത്തില് കഷ്ടപ്പെട്ടുകൊണ്ട് ചൂടത്ത് നടന്നു വന്നിട്ട് ഇവിടെ വന്നിരുന്ന കഷ്ടപ്പെടുന്ന പെങ്ങള്, നിനക്ക് അല്ലാഹു തരുന്ന പ്രതിഫലം എന്താ? നീ നടന്നു വന്ന ഓരോ ചുവട്ടടിക്കും പ്രതിഫലമാണ്. അല്ലാഹു നിനക്കൊരു പട്ടണത്തിന്റെ പ്രതിഫലമാ. അല്ലാഹു നാളെ നിനക്കൊരു പട്ടണം തരികയാണ്. പടച്ചവനെ, ഒരു നാട് തന്നെ അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ തരികയാണ്. എന്തിനാ? ഇൽമു പറയുന്ന മജ്ലിസിൽ വന്നതിന് കിട്ടുന്ന പ്രതിഫലമാണ്. ഒരു പട്ടണം തന്നെ അല്ലാഹു നിനക്ക് സ്വർഗത്തിൽ എഴുതി തരികയാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുന്നു, റമളാനാ, റമളാനിനെ ബഹുമാനിച്ചോ, റമളാനിനെ പരിഗണിച്ചോ. ഇത് കളിയാക്കണ്ട മാസമല്ല, നിസാരമാക്കണ്ട മാസമല്ല. അല്ലാഹു ബഹുമാനിച്ച മാസമാ. അല്ലാഹു പരിശുദ്ധമായ ഖുർആൻ ഇറക്കുന്നതിന് വേണ്ടി തിരഞ്ഞെടുത്ത മാസമാ. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവര്, കൊടുക്കേണ്ട ബഹുമാനം കൊടുക്കണേ, ആദരവ് കൊടുക്കണേ, പരിഗണിക്കണേ. എന്ത് പരിഗണനയാണ് ഞാനും നിങ്ങളും കൊടുത്തത്? വെറുതെ പട്ടിണി ഇരുന്നിട്ട് കാര്യമില്ല. ശരീരത്തിന്റെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം. വയറിന് മാത്രം നോമ്പ് പിടിച്ചിട്ട് കാര്യമില്ല. പടച്ചവനെ, കണ്ണിന് നോമ്പുണ്ടാകണം, ചെവിക്ക് നോമ്പുണ്ടാകണം, നാവിന് നോമ്പുണ്ടാകണം, കൈക്ക് നോമ്പുണ്ടാകണം, കാലിന് നോമ്പുണ്ടാകണം, നിന്റെ ഹൃദയത്തിന് നോമ്പുണ്ടാകണം, ശരീരത്തിലെ ഓരോ അവയവങ്ങൾക്കും നോമ്പുണ്ടാകണം. അപ്പോഴാണ് നോമ്പ് നോമ്പാകുന്നത്. അല്ലാതെ പട്ടിണി കിടന്നിട്ട് നാവ് കൊണ്ട് മോശമായ കാര്യങ്ങൾ പറയുകയാ, ഏഷണിയും പരദൂഷണവും പറഞ്ഞുകൊണ്ട് നടക്കുകയാ, നോമ്പ് പിടിച്ചിട്ട് ഹറാമ് കാണുകയാ, ഹറാമ് കേൾക്കുകയാ,
അള്ളാഹ് ഇഷ്ടമില്ലാത്തത് പറയുകയാ, അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത സ്ഥലത്ത് പോവുകയാ, ആവശ്യമില്ലാത്തത് പിടിക്കുകയും തൊടുകയും ചെയ്യുക. ഇതൊക്കെ എന്റെ പ്രിയപ്പെട്ടവര്, ഇത് പാപമാണോ? അതൊരു നോമ്പുകാരന് ചേർന്നതല്ല. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാണ്, പരിശുദ്ധമായ റമദാന് എവിടെ നോക്കിയാലും ഇഫ്താർ സംഗമങ്ങൾ നടക്കുകയാണ്. ഏറ്റവും വലിയ ക്യാമ്പയിനായി പറയുന്നത് ലഹരിക്കെതിരായിട്ടുള്ള ക്യാമ്പയിനാണ്. പരിശുദ്ധമായ റമദാനിൽ പടച്ചവനെ പ്രതിജ്ഞയെടുക്കുകയാണ് ലഹരിക്കെതിരായിട്ട്. അതൊരു വിപത്താണോ? അതൊരു സാമൂഹിക വിപത്താണ്. എല്ലാ പള്ളികളിലും പല സ്ഥലങ്ങളിലും അതിന്റെ ക്യാമ്പയിൻ നടക്കുമ്പോ സഹോദര, ഞാനും നിങ്ങളും ചിന്തിക്കേണ്ട ഒരു കാര്യമുണ്ടോ? എല്ലാവരും കള്ളുകുടിയും കഞ്ചാവും മയക്കുമരുന്നും അതൊക്കെ വലിയ തെറ്റ് തന്നെയാണ്, അതൊക്കെ നാശം തന്നെയാണ്. ഞാനതിനെ നിസ്സാരമായി പറയുന്നില്ല. എന്നാ എല്ലാവരും അതിന്റെ പുറകിൽ നടക്കുമ്പോ നമ്മൾ പരിഗണിക്കാതെ പോകുന്ന ഒരു കാര്യമുണ്ടോ? എല്ലാരും കള്ളു കുടിക്കാറില്ല, എല്ലാരും മയക്കുമരുന്ന് ഉപയോഗിക്കാറില്ല, എല്ലാവരും കഞ്ചാവടിക്കാറില്ല. എന്നാൽ എന്റെ പ്രിയപ്പെട്ടവരെ, അതിന് ഞാനും നിങ്ങളും ഇത്രയും പരിഗണന കൊടുക്കുമ്പോ അതിനേക്കാളും ഒരു വലിയ ദുരന്തം നമ്മളിലേക്ക് കടന്നു വന്നിരിക്കുകയാണ്. അതിനേക്കാളും വലിയ ഒരു ദുരന്തത്തിന്റെ നടുവിലൂടെയാണ് ഞാനും നിങ്ങളും ഇന്ന് സഞ്ചരിക്കുന്നത്. അതെല്ലാരും മറന്നു പോവുകയാണ്, അതെല്ലാരും മറന്നു നടക്കുകയാണ്. ആ ദുരന്തം ഏതാണെന്നറിയുമോ? പുതിയ തലമുറയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ലാതെ പോകുന്നടോ. പുതിയ തലമുറയ്ക്ക് അല്ലാഹുവിനെ വിശ്വാസമില്ല, അന്ത്യദിനത്തിൽ വിശ്വാസമില്ല. അവർക്ക് സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല, അവര് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നില്ല. മണ്ണോടലിഞ്ഞു കഴിഞ്ഞാൽ സർവ്വതും തീർന്നെന്ന് പറയുന്ന ഒരു ചിന്തയാണ് ഇന്ന് വളർന്നു വരുന്ന യുവതലമുറയ്ക്കുള്ളത്. നിങ്ങൾ ഭയപ്പെടണം സഹോദര. സിറാജ് വെറുതെ പറഞ്ഞതല്ല. 5 നേരം നിസ്കരിക്കുന്ന വാപ്പാ, ഇന്ന് വഴുത് കഴിഞ്ഞ് തിരിച്ച് നിന്റെ വീട്ടിൽ ചെന്നിട്ട് നിന്റെ പൊന്നാര മക്കളെ നീയൊന്ന് പിടിച്ചെടുത്തിരുത്തണേ. എന്നിട്ട് നീയൊന്ന് ഉപദേശിക്കണേ. നീ നിന്റെ മക്കളോട് ഖബറിനെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ, മരണത്തിന് ശേഷമുള്ള ജീവിതത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കൂ, നരകത്തെ കുറിച്ചൊന്ന് പറഞ്ഞു കൊടുക്കൂ, സ്വർഗത്തെ കുറിച്ച് പറഞ്ഞു കൊടുക്കൂ. ഇന്നത്തെ യുവതലമുറ ഇന്ന് പരിഹസിക്കുകയാ. ഇന്ന് കള്ളും കഞ്ചാവും മയക്കുമരുന്നും ഇതെല്ലാരും ഒന്നും അടിക്കാറില്ല, അത് പോട്ടെ. എന്നാ ഞാനും നിങ്ങളും ചിന്തിക്കേണ്ടത്, നമ്മുടെ മക്കൾക്ക് അല്ലാഹുവിനെ വിശ്വാസമുണ്ടോ? അന്ത്യദിനത്തിൽ വിശ്വാസമുണ്ടോ? മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമുണ്ടോ? ഇന്നത്തെ മക്കൾക്ക് വിശ്വാസമില്ല. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഉറക്കപ്പറ, അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. സംശയം ഉണ്ടെങ്കിൽ ഇന്ന് വീട്ടിൽ പോയിട്ട് മക്കളോട് ചോദിക്കും, മക്കളെ സ്വർഗമുണ്ട് കേട്ടടാ, സ്വർഗമുണ്ട്. നബിതങ്ങൾ പറയുന്നത് സ്വർഗത്തിലെ ഒരു മരം, ഒരു തണൽ വൃക്ഷം, എന്താ ഇവിടെ ഒരു മരം നിൽക്കണണ്ട, ഈ സ്റ്റേഡിയത്തിന്റെ ഫ്രണ്ടിൽ ഒരു മരം നിൽക്കുന്നു. അള്ളാഹുവിന്റെ സ്വർഗത്തിൽ ഒരു മരമുണ്ട്. ആ മരത്തിന്റെ ചുവട്ടിലൂടെ ഒരു മനുഷ്യൻ 100 കൊല്ലം വാഹനത്തിൽ സഞ്ചരിച്ചാൽ ആ മരം വിട്ടുകിടക്കില്ല എന്ന് നബിയന റസൂലുള്ളാഹി. ഉറക്കെ പറ, നബിയന റസൂലുള്ളാഹി. 100 കൊല്ലം ഒരു മനുഷ്യൻ വാഹനത്തിൽ സഞ്ചരിച്ചാൽ വിട്ടുകിടക്കാൻ പറ്റാത്ത വലുപ്പമുള്ള ഒരു മരം സ്വർഗത്തിലുണ്ടെന്ന് ഇന്ന് ഏതെങ്കിലും വാപ്പയും ഉമ്മയും നിന്റെ മക്കളെ വിളിച്ചിരുത്തിയിട്ട് പറഞ്ഞ അവനിങ്ങനെ മുഖത്ത് നോക്കിയിട്ട് ചിരിക്കും. എന്തൊരു തെള്ളലാ വാപ്പ നിങ്ങൾ തെള്ളണേ, ഇതെന്താ നിങ്ങൾ പറയണം? 100 കൊല്ലം സഞ്ചരിച്ചാലും തീരാത്ത വലുപ്പമുള്ള മരം എന്ന് പറഞ്ഞ അവൻ ട്രോളും നമ്മളെ. അള്ളാഹു കാത്തിരിക്കുമാറാകട്ടെ, അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലെങ്കിൽ നിങ്ങളൊന്ന് പറഞ്ഞു നോക്ക്, എന്തിനാ? നിങ്ങൾക്ക് വിശ്വാസമുണ്ടോ? മക്കളുടെ കാര്യം പോട്ടെ, നിങ്ങളുടെ ചിരി എന്നെ കേൾക്കുമ്പോ എന്നെ ട്രോള് വാങ്ങള്. ഞാനിത് പറയുമ്പോ എന്ത് തെള്ളല അല്ലാ ഇതില്ലേ അല്ലേ? നിങ്ങൾക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാൽ മതി, നബിതങ്ങൾ പറഞ്ഞതാ. ഇല്ലെങ്കിൽ നാളെ അവിടെ പോകുമ്പോ കാണാം ഉണ്ടോ ഇല്ലയോന്ന്. ഇവിടെ ഇന്നത്തെ കുട്ടികളോട് അടുക്കളയിൽ ഉമ്മമാര് ചോറ് വെക്കുമ്പോ തലയിൽ തുണിയിടാതെ അടക്കുന്ന മോളോട് പിടിച്ചിട്ടെടി, നാളെ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ ഒരു ചെരുപ്പാ. ആ ചെരുപ്പ് ധരിച്ചാൽ തന്നെ തലച്ചോറ് ഇങ്ങനെ മുഖത്തൂടെ ഒഴുകും. അതാ നരകത്തിലെ ഏറ്റവും ചെറിയ ശിക്ഷ. ഈ തീ കണ്ടോ? ഈ തീ നരകത്തിലെ തീയുടെ 70 അംശമേ ഉള്ളൂ. ഓൾ ഉമ്മാനെ നോക്കിയിട്ട് ഒരു ചിരിച്ചിരിക്കും. എന്താ ഈ പറയണേ? എടാ, ഈ തീ തന്നെ മനുഷ്യനെ കൊല്ലുന്നു. അപ്പൊ ഇതിന് 70 ഇരട്ടിയുള്ള തീ. ഇന്നത്തെ കുട്ടികൾക്ക് അതിലൊന്നും എവിടാന്നാ ചോദിക്കണേ? നരകം
എവിടെ ഉസ്താദെ? ആകാശത്തിന്റെ മുകളിലാണോ ഭൂമിയുടെ അടിയിലാണോ വല്ല കടലിനടിയിൽ കുഴിച്ചിട്ടേക്കുവാണോ എന്ന് ചോദിക്കണേ ഇന്ന് നരകം. അള്ളാഹു നമ്മുടെ മക്കളെ കാത്തുരക്ഷിക്കുമാറാകട്ടെ. എടോ, കള്ളും കഞ്ചാവും എല്ലാവരും അടിക്കണില്ല, അത് കുറച്ച് പേര് അടിക്കേണ്ടവർ മാത്രമേ അടിക്കുന്നുള്ളൂ. പക്ഷെ ഇത് നമ്മൾ ഭയപ്പെടണം. ഈമാനുള്ള ഇപ്പൊ കുട്ടികളെ ട്രോളെന്ന് കണ്ടിട്ടില്ലേ? ഇപ്പൊ ഞാനൊന്നും പറയണില്ല, എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ എല്ലാം പ്രശ്നമാണ്. ഈ പണ്ടാര ഈ ലൈവ് ഉള്ളത് കൊണ്ട് അതുകൊണ്ട് ആകെ ഉള്ള ഉപകാരം അതാ. ലൈവ് എന്ന് കേൾക്കുമ്പോഴേ എനിക്കവനെ കാണുമ്പോൾ തന്നെ ഇങ്ങനെ വരും. ഇത് ചെയ്യാനാ സംഘാടകർക്ക് പിന്നെ അതില്ലാതെ പറ്റത്തുമില്ല. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. വിശക്കുന്നവന് ഭക്ഷണം കൊടുക്കണോടോ, വിശക്കുന്നവന് കൊടുത്തിട്ടേ കാര്യമുള്ളൂ. എടോ, ഇൽമെന്ന് പറയുന്നത് വീട്ടിൽ പോയി ഇനിയിപ്പോൾ വഴുതിന് വിളിക്കുമ്പോൾ ഉസ്താദെ എന്നാ പിന്നെ എനിക്ക് എൻ്റെ വീട്ടിൽ ഇരുന്നാൽ പോരെ, ക്യാമറ എടുത്ത് ഓണാക്കി വെച്ചിട്ട് വീട്ടിൽ ഇരുന്നാൽ പോരെ, നിങ്ങൾക്കൊക്കെ വീട്ടിൽ ഇരുന്ന് കേട്ടാൽ പോരെ. ഈ ഓൺലൈനാണെങ്കിൽ ഇത്രയും കഷ്ടപ്പെട്ട് തിരുവനന്തപുരം മുതൽ ഇവിടെ വരെ വന്ന് ഇങ്ങനെ പറയുമ്പോൾ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല. കാരണം ഇതിനകത്ത് മാത്രം നോക്കിയിരിക്കുന്ന ചില ജീവികളുണ്ട്. പട്ടിണി കിടക്കണ നായിക്ക് ഒരു എല്ല് കൊടുത്താൽ അത് തിന്നണ പോലെ നമ്മുടെ എന്തെങ്കിലും വായിൽ നിന്ന് വീഴാൻ കാത്തിരിക്കും. അപ്പം തന്നെ കട്ട് ചെയ്ത് വഴുത് തീരുന്നതിന് മുമ്പേ ഇട്ടിട്ടുണ്ടാകും. ഞാൻ ഇവിടെ നിന്ന് ഇറങ്ങി പോകുന്നതിന് മുമ്പേ ചിലപ്പോൾ ഈ പറഞ്ഞതും എടുത്ത് വേണേൽ കട്ട് ചെയ്തിട്ട് കളയും. അതാ ഇന്നത്തെ കാലം. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങൾ, അങ്ങനെ ആയിപ്പോയി. ഇന്ന് വിശ്വാസമില്ല മക്കൾക്ക്. അല്ലെങ്കിൽ നിങ്ങൾ ഓരോരുത്തരും ഒന്ന് പരിശോധിച്ച്, നിങ്ങൾക്ക് തന്നെ ഇല്ലല്ലോ. ഉസ്താദന്മാർ ഈ പറയുന്നത് കേൾക്കുമ്പോൾ ഇതൊക്കെ ഉള്ളതാണോ? അല്ല, എന്താ അല്ല ഇവരീ പറയണേ? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് വിശ്വാസമില്ലാതെ പോകുന്നു. ഭയപ്പെടേണ്ടത് എവിടെയാ? അതുകൊണ്ടെന്താ, രാവിലെ പത്രമെടുത്ത് നോക്കുമ്പോ, എല്ലാ ദിവസവും പത്രമെടുത്ത് നോക്കുമ്പോ സാധാരണ ഒരു വാർത്തയായി മാറി കൊലപാതകം. അതിന്ന് വളരെ സിമ്പിളായി. ഉമ്മമാരെയെ ഇപ്പൊ എല്ലാത്തിനും ഇഷ്ടം, എല്ലാം സൂക്ഷിച്ച് നടന്നോ. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. മക്കൾക്ക് കുറെ നാള് കുറുവ സംഘത്തിയായിരുന്നു പേടി. ഇപ്പൊ കുറുവ ഒന്നുമല്ല, വീട്ടിൽ കിടക്കണം മക്കൾ വല്ലതും തല്ലിക്കൊല്ലും എന്നുള്ള പേടിയപ്പോ ഉമ്മായിക്ക്. മക്കള് തല്ലിക്കൊല്ലുന്ന കാലം. എന്റെ പ്രിയപ്പെട്ടവരെ, ഈ റമളാനിൽ, പരിശുദ്ധമായ റമളാനിന്റെ ഓരോ പ്രഭാതങ്ങൾ പൊട്ടിവിടരുമ്പോഴും നമുക്ക് ഭയമാണ്. കൊലപാതകങ്ങളുടെ വാർത്തയാണ്. പടച്ചവനെ, കള്ളും കഞ്ചാവും മയക്കുമരുന്നും സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ മുതൽ പ്രായമുള്ളവർ വരെ അതിന്റെ അടിമകളായിരിക്കുകയാണ്. കൂടെ പഠിക്കുന്നവനെ തല്ലിക്കൊന്നിട്ട് തോളത്തെ കൈയിട്ടുകൊണ്ട് നീ എന്റെ ചങ്കാട എന്ന് പറയേണ്ട കൂട്ടുകാരന് തല്ലിക്കൊന്നിട്ട് സോഷ്യൽ മീഡിയയിൽ പടച്ച ഞങ്ങൾ കൊന്നു എന്ന് നിസാരമായി പറയുന്ന ഒരു കാലഘട്ടത്തിലാ ജീവിക്കുന്നത്. അതിലുപരി നമ്മൾ ഭയപ്പെടേണ്ടത് എവിടെയാണ്? യുവതലമുറയുടെ പോക്ക് എങ്ങോട്ടാണെന്ന് ഒരാൾക്ക് പോലും അറിയുന്നില്ല. ഇവരെങ്ങോട്ടാണ് സഞ്ചരിക്കുന്നത് എന്ന് ഒരു പിടിയും കെട്ടാത്ത കാലത്തിലൂടെയാണ് ഞാനും നിങ്ങളും കടന്നു പോകുന്നത്. അങ്ങനെ ഒരു പരിശുദ്ധമായ റമളാനിലൂടെ ഞാനും നിങ്ങളും കടന്നു പോകുമ്പോ, റമളാനിൽ പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ മാസം റമളാൻ ാണല്ലോ. ഈ റമളാനിലാണല്ലോ ഖുർആൻ ഇറങ്ങിയത്. ശഹ്റു റമളാനല്ലദീ ഉൻസില ഫീഹിൽ ഖുർആൻ ഹുദൽ ലിന്നാസി വബയ്യിനാതിൻ മിനൽ ഹുദാ വൽ ഫുർഖാൻ. പരിശുദ്ധമായ ഖുർആൻ ഇറങ്ങിയ റമളാൻ എന്ന് പറയുന്ന ഈ മാസത്തില് എന്റെ പ്രിയപ്പെട്ടവര്, ഖുർആനിന് എന്തിനാ അല്ലാഹു നമുക്ക് ഇറക്കി തന്നത്? നമുക്കൊരു വഴികാട്ടിയായിട്ടാണ്, നമുക്കൊരു മാർഗദർശനമായിട്ടാണ് അല്ലാഹു ഖുർആനിനെ ഇറക്കി തന്നത്. ഈ ഖുർആനിനൊരു പവറുണ്ട്, ഈ ഖുർആനിനൊരു മഹത്വമുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ചിലരെ സ്വർഗത്തിൽ കൊണ്ടുപോകാൻ റമളാനിന് മഹത്വമുണ്ടെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാണ്. നമുക്ക് സ്വർഗം വാങ്ങിത്തരാൻ വഅദ് പറയുന്ന സിറാജിന് സ്വർഗം വാങ്ങിത്തരാ. റമളാനിനും മഹത്വമുണ്ട്, അതുപോലെ ഖുർആനിനും സ്ഥാനമുണ്ട്. ഖുർആൻ വിചാരിച്ചാ എനിക്ക് നരകം വാങ്ങിത്തരാം, എനിക്ക് സ്വർഗം വാങ്ങിത്തരാ. ഇതുപോലെ ഓരോരുത്തർക്കും പറ്റും സഹോദരാ. അതുകൊണ്ട് ഖുർആൻ ഇറങ്ങിയ മാസത്തിൽ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നൊന്ന് കേട്ടുകൂടെ? അല്ലാഹുവിന്റെ ഖുർആനിന് എന്താണ് പറയാനുള്ളതെന്ന് ഒരു മനസാക്ഷിയുള്ളവനാ ചെറുപ്പക്കാരാ. ആ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേൾക്കടാ. അത് അല്ലാഹുവിന്റെ കലാമല്ലേ, അത് അല്ലാഹുവിന്റെ കലാമല്ലേ. ആ ഖുർആനിന് പറയാനുള്ളത് എന്താണെന്നെങ്കിലും ഒന്ന് കേൾക്കാൻ ഒരല്പസമയം നീ മാറ്റിവെച്ചാൽ നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്, നിന്റെ ജീവിതത്തിൽ മാറ്റം വരികയാണ്. ആ ഖുർആൻ പറയുന്നതൊന്ന് കേൾക്കാൻ നീ
തയ്യാറായാൽ പിന്നെ വഅദിന്റെ ആവശ്യമില്ല, പിന്നെ പ്രഭാഷണങ്ങളുടെ ആവശ്യമില്ല, പിന്നെ ഉപദേശങ്ങളുടെ ആവശ്യമില്ല. പടച്ചവനെ, ഒരു മുസ്ലിമിന്റെ ജീവിതം കണ്ടാ മതി ജനങ്ങൾ നമ്മളിലേക്ക് കടന്നു വരാൻ. ഒരു മുസ്ലിം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണ്. നമ്മൾ വിചാരിക്കും നമ്മുടെ ജീവിതം ആരും നോക്കുന്നില്ലെന്ന്. സഹോദര, ആയിരക്കണക്കിന് പേര് മുസ്ലിമീങ്ങളുടെ ജീവിതം വീക്ഷിക്കുകയാണ്. എന്റെ പ്രിയപ്പെട്ട സഹോദര, ഒരു കാലമുണ്ടായിരുന്നു എന്റെ അയൽവാസി ഒരു മുസ്ലിമാണെന്ന് അഭിമാനത്തോടുകൂടി പറയുന്ന ഒരു കാലമുണ്ടായിരുന്നു. എന്താണ് മുസ്ലിമായപ്പോ? അതാണ് മുസ്ലിമിന്റെ ജീവിതമെന്ന് പറഞ്ഞാൽ. നിങ്ങൾക്കറിയുമോ, മഹാനായ ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളും അവിടുത്തെ സ്വഹാബത്തിന്റെ ജീവിതത്തെ കുറിച്ചറിയുമോ? യമനിലെ രാജാവാണ് സുമാമ. സുമാമ എന്ന് പറയുന്ന വൃത്തികെട്ട മനുഷ്യനുണ്ടല്ലോ, അള്ളാഹുവിന്റെ ദീനിനോട് വല്ലാത്ത എതിർപ്പാണ്. നബിതങ്ങളെ പല പ്രാവശ്യം കൊല്ലാൻ നോക്കിയവനാണ് സുമാമ. ഒരുപാട് പ്രാവശ്യം നബിതങ്ങളെ വധിക്കാൻ പരിശ്രമിച്ചവനാണ്. പലപ്പോഴും അല്ലാഹു സുബ്ഹാനഹു വ തആല നബിതങ്ങളെ രക്ഷപ്പെടുത്തുകയാണ്. സുമാമയ്ക്ക് വല്ലാത്ത കോപമായി. ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞു, ഒരുപാട് മുസ്ലിമീങ്ങളെ കൊന്നുകളഞ്ഞു. അവന്റെ ഉപദ്രവം അത്രത്തോളം കഠിനമായി. അവസാനം നബിതങ്ങളെ പറഞ്ഞു, സ്വഹാബാ, സുമാമ എവിടെ വെച്ച് കണ്ടാലും കൊന്നു കളഞ്ഞേക്ക് സഹാബാ. അവൻ അത്രത്തോളം ഉപദ്രവിച്ചവനാണ്. നബിതങ്ങളെ പറഞ്ഞു, എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാറ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ സ്വഹാബത്ത് സുമാമയെ തെരഞ്ഞു നടക്കുകയാണ്. അങ്ങനെ നബിതങ്ങളെ പറഞ്ഞ മനുഷ്യനാണ്. ഒരു ദിവസം രാത്രിയായപ്പോ മദീനയിലൂടെ ഒരു മനുഷ്യനെ ആ സമയത്ത് കാണുകയാണ്. അവന് സഹാബത്ത് കണ്ടടോ, ആ മനുഷ്യനെ പിടിച്ചു. അവനോട് ചോദിച്ചത് മുഴുവനും അവൻ എന്തൊക്കെയോ മറുപടിയാണ് പറയുന്നത്. സഹാബത്തിന് സംശയമായി, ഇവൻ ഇസ്ലാമിന്റെ ശത്രുവാണോ, ഇസ്ലാമിന്റെ അനുകൂലിയാണോ? എന്തായാലും നബിതങ്ങൾ വന്നിട്ട് തീരുമാനിക്കാം. സുമതാ പടച്ചവനെ ആ മനുഷ്യനെ പിടിച്ചുകൊണ്ട് മസ്ജിദ് നബവിയുടെ തൂണിൽ കെട്ടിയിടുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ വന്നിട്ട് തീരുമാനമെടുക്കാം. നബിതങ്ങൾ പള്ളിയിലേക്ക് കടന്നു വന്നു. തൂണിൽ കെട്ടിയിരിക്കുന്ന ഒരു മനുഷ്യനെ കാണുകയാണ്. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഇന്നലെ പാതിരാത്രിയിൽ കണ്ടവനാണ്. പടച്ചവനെ, അവൻ പറയുന്നത് മുഴുവനും കള്ളമാണ്. അവന്റെ വിഷയത്തിൽ സംശയമുണ്ട് നബിയേ, അതുകൊണ്ട് അങ്ങ് വന്നിട്ട് തീരുമാനിക്കാമെന്ന് പറഞ്ഞ് പള്ളിയുടെ തൂണിൽ കെട്ടിയിരിക്കുകയാണ്. അല്ലാഹുവിന്റെ പ്രവാചകൻ ആ തൂണിൽ കെട്ടിയിരുന്ന മനുഷ്യന്റെ മുമ്പിലേക്ക് കടന്നു വന്നു. എന്നിട്ട് നബിതങ്ങൾ ചോദിക്കുന്നു, സ്വഹാബാ, ഈ കിടക്കുന്നതാരാണെന്നറിയുമോ സഹാബാ? ഈ കിടക്കുന്നതാരാണെന്നറിയുമോ സഹാബാ? ഇവനാണ് സുമാമ, ഇവനാണ് സുമാമ. നബിതങ്ങൾ അവിടെന്ന് പറയുമ്പോ സ്വഹാബത്ത് മുഴുവനും ചാടി എഴുന്നേറ്റ് റെഡിയായി നിൽക്കുകയാണ്. എവിടെ വെച്ച് കണ്ടാലും കൊന്നുകളയാൻ നബിതങ്ങൾ പറഞ്ഞ സുമാമയാണ്. മസ്ജിദ് നബവിയിലെ കണ്ണിന്റെ മുമ്പിൽ തൂണിൽ കെട്ടിയിരിക്കുന്നത് നബിതങ്ങളെ കൊല്ലാൻ പോയവനാണ്, നബിതങ്ങളെ വധിക്കാൻ പോയവനാണ്. എന്റെ പ്രിയപ്പെട്ടവരെ, അല്ലാഹുവേ, ഒരുപാട് സ്വഹാബത്തിനെ കൊന്നുകളഞ്ഞവനാണ്. അതുകൊണ്ട് നബിതങ്ങൾ പറയുന്ന മറുപടി കേൾക്കാൻ ആ സ്വഹാബത്ത് തയ്യാറായി നിൽക്കുമ്പോ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ അവനെ കൊന്നുകളയാ. സ്വഹാബത്ത് തയ്യാറായി നിൽക്കുമ്പോ അല്ലാഹുവിന്റെ റസൂലിന്റെ മറുപടി എന്തെന്നറിയുമോ? സ്വഹാബാ, ഒരാളും തൊട്ടുപോകല്ല സ്വഹാബാ. സുമാമയെ ഒരാൾ പോലും തൊട്ടുപോകാൻ പാടില്ല. റസൂലുള്ളാഹി തങ്ങളുടെ പ്രഖ്യാപനമാണ്. സഹാബത്തിന് സഹിച്ചില്ലടോ. എന്തേ നബി തങ്ങൾ ഇങ്ങനെ പറയുന്നത്? എന്നിട്ട് പറയുന്ന ഒരു രാജാവാണ്, ഒരു രാജ്യത്തിന്റെ ഭരണാധികാരിയാണ്. അതുകൊണ്ട് ഭക്ഷണത്തിന് കുറവ് വരുത്തരുത്. സഹാബത്തിനോട് പറയുന്നു, നിങ്ങൾ ഭക്ഷണം കൊടുക്കണം, നിങ്ങൾ പാല് കൊണ്ടുവന്ന് കൊടുക്കണം. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വഹാബത്തിനോട് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, നബിതങ്ങൾ പറഞ്ഞതാണല്ലോ, സ്വഹാബത്തിന് ഇഷ്ടപ്പെട്ടില്ലെങ്കിലും അവിടെ നിന്ന് ഭക്ഷണം കൊടുത്തു, അവിടെ നിന്ന് പാല് കൊടുത്തു. നബിതങ്ങളൊന്നും മിണ്ടിയില്ല.
ഒരു ദിവസം കഴിഞ്ഞു. അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് സുമാമയുടെ ചാരത്തേക്ക് കടന്നു വരികയാണ്. പള്ളിയുടെ തൂണിൽ കെട്ടിക്കിട്ടിരിക്കുന്ന സുമാമയുടെ ചാരത്തേക്ക് നബി തങ്ങൾ കടന്നു വന്നിട്ട് അല്ലാഹുവിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടുന്ന് ചോദിക്കുന്നു, മാദാ ഇൻദക യാ സുമാമ, സുഖമാണോ സുമാമ, എന്തുണ്ട് വിശേഷമെന്ന് നബി തങ്ങൾ വന്ന് ചോദിക്കുമ്പോ സുമാമയുടെ മറുപടി എന്തെന്നറിയുമോ? ഫഖാല ഇന്ദി യാ മുഹമ്മദ് ഖൈർ, എനിക്ക് സുഖമാണ് മുഹമ്മദ്, എനിക്ക് സുഖമാണ് മുഹമ്മദ്. നിനക്ക് വേണമെങ്കിൽ എന്നെ കൊന്നുകളയാ, എന്നെ വെറുതെ വിട്ടാ നിനക്ക് ഞാൻ ആവശ്യമുള്ള സമ്പത്ത് തരാ മുഹമ്മദ്. സുമാമയുടെ മറുപടി ഇതാണ്. നബിതങ്ങളൊന്നും മിണ്ടിയില്ല. അള്ളാന്റെ റസൂൽ അവിടുന്ന് മടങ്ങിപ്പോയി. രണ്ടാമത്തെ ദിവസം നബിതങ്ങൾ വന്നു. സുമാമ എന്തുണ്ട് വിശേഷം? ഇതേ മറുപടി തന്നെയാണ് പറയുന്നത്. മൂന്നാമത്തെ ദിവസം നബിതങ്ങൾ വന്നു. അവിടുന്ന് ചോദിച്ചു, സുമാമ സുഖമാണോ? ഇനിതാ എനിക്ക് സുഖമാണ് മുഹമ്മദ്, എന്നെ വേണമെങ്കിൽ നിനക്ക് കൊന്നുകളയാ, എന്നെ വെറുതെ വിട്ടാ നിനക്ക് ആവശ്യമുള്ള സമ്പത്ത് ഞാൻ തരാ. 3 ദിവസം കഴിഞ്ഞപ്പോ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, അഴിച്ചു വിട്ടേക്കാർ, ഒരാൾ പോലും തൊട്ടുപോകരുത്. സുമാമ അഴിച്ചു വിട് സഹാബ. അവിടുന്ന് അഴിച്ചു വിടുകയാണ്. സ്വഹാബത്ത് മുഴുവനും ഒന്നും തിരിയാതെ അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമ മസ്ജിദുൻ നബവിയിൽ നിന്ന് ഇറങ്ങി പോവുകയാണ്. അല്ലാഹുവേ, കുറച്ചങ്ങ് സഞ്ചരിച്ചു. സുമാമ തന്റെ വാഹനം കെട്ടിയിടുകയാണ്. പടച്ചവനെ അവിടുന്ന് കൈകാലുകൾ കഴുകുകയാണ്. എന്നിട്ട് ഇലാ ഹദറത്തി റസൂലില്ലാഹ് നിബിതങ്ങളുടെ മുമ്പിലേക്ക് സുമാമ തിരിച്ചു വരികയാ. സഹാബത്ത് മുഴുവനും അത്ഭുതത്തോടെ നോക്കി നിൽക്കുമ്പോ സുമാമയതാ നബിതങ്ങളുടെ മുമ്പിലേക്ക് മസ്ജിദുൻ നബവിയിലേക്ക് കടന്നു വരികയാണ്. മുത്തുനബിയുടെ ചാരത്ത് വന്നിട്ട് സുമാമ പറയുന്നു, അശ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, ഷഹാദത്ത് കലിമ പറഞ്ഞുകൊണ്ട് പരിശുദ്ധമായ ദീനിലേക്ക് കടന്നു വരികയാ. സുമാമ പറയുന്നത് എന്തെന്നറിയുമോ? നബിയേ, ലോകത്ത് ഞാൻ ഏറ്റവും കൂടുതൽ വെറുത്തിരുന്ന മുഖം അങ്ങയുടെ മുഖമാണ്. എനിക്ക് വെറുപ്പായിരുന്നു നബിയേ, എനിക്ക് വെറുപ്പായിരുന്നു നബിയേ. എന്നാൽ എന്റെ ജീവിതത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ കാണാൻ ആഗ്രഹിക്കുന്നത് അങ്ങയുടെ മുഖമാണ്. എനിക്ക് ഏറ്റവും വെറുപ്പുള്ള നാട് മദീനയാണ്. അങ്ങയുടെ മദീനയോട് എനിക്ക് വെറുപ്പായിരുന്നു. എനിക്ക് ആഗ്രഹമാ നബിയേ, ഏറ്റവും ഇഷ്ടമുള്ള നാട് മദീനയാ നബിയേ. എന്തൊരു ജീവിതമാണ് മുസ്ലിമീങ്ങള്! നബി തങ്ങളുടെ സ്വഹാബത്തിന്റെ ജീവിതം കണ്ടിട്ട്, ഒരു മുഅ്മിനായ മനുഷ്യന്റെ ജീവിതം കണ്ടിട്ട് ആ സുമാമ അല്ലാഹുവിന്റെ ദീനിലേക്ക് കടന്നു വന്നെന്ന് ചരിത്രം പറയുമ്പോ ഇന്ന് മുസ്ലിമിന്റെ ജീവിതം കണ്ടാൽ അറപ്പ് തോന്നുകയാ, വെറുപ്പ് തോന്നുകയാ, മറ്റുള്ളവർക്ക് പോലും വിദ്വേഷം തോന്നുകയാ. അതിന്റെ കാരണം നമ്മുടെ സ്വഭാവവും നമ്മുടെ പ്രവർത്തനവുമാണ്. എന്തൊരഹങ്കാരമെന്നറിയുമോ, എന്തൊരു ധിക്കാരമെന്നറിയുമോ? പണക്കൊഴുപ്പ് കാണിക്കുകയാണ്. അല്ലാഹനെ മറന്നുകൊണ്ട് അമുസ്ലിമീങ്ങളെ പോലും കാണിക്കുന്ന മരണത്തിന് ശേഷമുള്ള ജീവിതത്തിൽ വിശ്വാസമില്ലാത്തവര് പോലും അല്ലാഹുവേ പടച്ചവനെ ഭയന്ന് ജീവിക്കുമ്പോ നമ്മുടെ സമുദായം കാണിക്കുന്ന അഹങ്കാരമുണ്ടല്ലോ, പരിധികൾ കഴിഞ്ഞു പോയടോ, പരിധികൾ കഴിഞ്ഞു പോയടോ. ഇന്ന് അല്ലാഹുവിൽ വിശ്വാസമില്ല. അല്ലാഹുവിന്റെ ദീനിന്റെ ശിആറുകളെ പുച്ഛിക്കുകയാണ്, നിയമങ്ങളെ കളിയാക്കുകയാണ്, പരിഹസിക്കുകയാണ്. എങ്ങോട്ടാണ് ഈ ഉമ്മത്തിന്റെ പോക്കെന്നറിയില്ല. എന്റെ പ്രിയപ്പെട്ട സഹോദരാ, മോനെ എന്തേ നന്നാകാത്തത്? എന്റെ പ്രിയപ്പെട്ട യുവത്വത്തോട് കഞ്ചാവും മയക്കുമരുന്ന് മടിച്ച് അല്ലാഹുവേ പടച്ചവനെ മറന്നുകൊണ്ട് നടക്കുന്ന ചെറുപ്പക്കാരോട്, മക്കളെ ഇതെന്ത് ജീവിതമാ മക്കള്? എങ്ങനാ മോളെ അല്ലാഹനെ പരിഹസിക്കുന്നത്? നിനക്ക് നരകമുണ്ടെന്ന് വിശ്വാസമില്ല, സ്വർഗത്തെ നീ കളിയാക്കുകയാണോ? മോളെ നീ വേണമെങ്കിൽ വിശ്വസിച്ചാ മതി, നിനക്ക് വേണമെങ്കിൽ വിശ്വസിച്ചാ മതി. നിനക്ക് നരകമുണ്ടെന്ന് വിശ്വാസമില്ലെങ്കിൽ വിശ്വാസം വരുന്ന ഒരു ദിവസമുണ്ട് പെണ്ണ്. കാണണം
കാണണോ ചെറുപ്പക്കാരാ? നരകം നിനക്ക് കാണണോ? എന്നാ കാണുമടാ ചെറുപ്പക്കാരാ. എന്റെ പെങ്ങളോട് പറയുകയാണ്, നിന്റെയൊക്കെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു നരകത്തെ കൊണ്ടുവരും പെണ്ണ്. നിന്റെ കണ്ണിന്റെ മുമ്പിൽ അല്ലാഹു കൊണ്ടുവരും. അന്ന് നിനക്ക് നരകത്തിന്റെ വലുപ്പമറിയാ. ഇസ്രാഫീൽ എന്ന് പറയുന്ന മലക്ക് സൂറെന്ന് പറയുന്ന കാഹളത്തിൽ രണ്ടാമത് മൂതുമ്പോ അതാ ഞാനും നിങ്ങളും പള്ളിയിൽ നിന്ന് ഖബറിനകത്ത് നിന്ന് എഴുന്നേറ്റ് നാളെ പടച്ച റബ്ബിന്റെ കോടതിയിൽ പേടിച്ച് വിറച്ച് മുടുതുടിയില്ലാതെ യാ വൈലതാ യാ ഹസറതാ എന്ന് പറഞ്ഞുകൊണ്ട് നിലവിളിച്ചുകൊണ്ട് നിൽക്കുന്ന ദിവസമുണ്ടല്ലോ. നരകത്തിന്റെ കാവൽക്കാരനായ മാലിക് എന്ന് പറയുന്ന മലക്കിന്റെ ചാരത്ത് ചെന്നിട്ട് ജിബ്രീൽ പറയുന്നു, മാലിക്കേ, നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തെ കൊണ്ടുവരാൻ അല്ലാഹു പറഞ്ഞിരിക്കുകയാ. നരകത്തിന്റെ കാവൽക്കാരായ മലക്കുകൾ 70,000 ചങ്ങലകൾ കൊണ്ടുവരികയാ. 70,000 ചങ്ങലകൾ കൊണ്ടുവന്നിട്ട് നരകത്തെ അങ്ങ് കെട്ടുകയാ മോനെ. നരകത്തെ അങ്ങ് കെട്ടുമടാ മോനെ. ആ ചങ്ങലയുടെ വലുപ്പമല്ല, ആ ചങ്ങലയിലെ കൊളുത്തിന്റെ വലുപ്പം അറിയുമോ? ഒരു കൊളുത്തിന്റെ വലുപ്പം ഈ ദുനിയാവിനെക്കാളും വലുതാ. ഈ പ്രപഞ്ചത്തിനെക്കാളും വലുപ്പമുള്ള ഒരു കൊളുത്ത്. ആ കൊളുത്തുകൾ കൊണ്ടാണ് ആ ചങ്ങല ഉണ്ടാക്കുന്നത്. അങ്ങനെയുള്ള 70,000 ചങ്ങല കൊണ്ടുവന്ന് നരകത്തെ കെട്ടിയിട്ട് 70,000 മലക്കുകൾ ഒരു ചങ്ങലയിൽ പിടിച്ചിട്ട് ലക്ഷക്കണക്കിന് മലക്കുകൾ തലതാത്തി പിടിച്ച് കരഞ്ഞുകൊണ്ട് അല്ലാഹുവിന്റെ നരകത്തെ ഇങ്ങനെ വലിച്ചു കൊണ്ടുവരുമ്പോ ഉളുവാറിന്റെ മണ്ണിലൂടെ പരിഹസിച്ച് നടന്ന പെണ്ണ്, നിന്റെ അവസ്ഥ അല്ലാഹു പറയുകയാ. എടാ ചെറുപ്പക്കാരാ, നീ അല്ലാഹുവോട് പറയുന്നത് എന്തെന്നറിയുമോ? റബ്ബനാ അബ്സറിനാ വസമിഅനാ ഫർജിഅനാ. അല്ലാഹുവിനോട് പറയുന്നു, നാഥാ, കണ്ടുപടച്ചവനെ, നരകം കണ്ടുപടച്ചവനെ, നരകത്തിന്റെ വലുപ്പം കണ്ടുപടച്ചവനെ, അല്ലാഹുവേ, നരകത്തിന്റെ അട്ടഹാസം കേട്ട് തമ്പുരാന് ആ നരകം കടന്ന് എന്നെ വിളിക്കുന്നത് ഞാൻ കേൾക്കുന്നു അല്ലാ. അതുകൊണ്ട് ഫർജിഅനാ, എനിക്കൊരവസരം തരണേ അല്ലാ, എനിക്കൊരവസരം തരണേ അല്ലാ എന്ന് നാളെ പരലോകത്ത് കിടന്ന് കരയുമെന്ന് ഖുർആൻ പറയുമ്പോ എന്റെ പ്രിയപ്പെട്ട ചെറുപ്പക്കാരോട് പറയുകയാണ്, മക്കളെ, അല്ലാഹുവിനെ ഭയന്ന് ജീവിച്ചോ, പടച്ച റബ്ബിലേക്ക് മടങ്ങിക്കോ, അഹങ്കാരവും ധിക്കാരവും എല്ലാം മാറ്റിക്കോ. ഇല്ലെങ്കിൽ നിനക്ക് വരുന്നത് ഭയാനകമായ ഭവിഷ്യത്താണ്. വലിയ വലിയ അദാബുകൾ നിന്നെ തേടി വരികയാണ്. അതുകൊണ്ട് ചെറുപ്പക്കാര് പറയും, ഉസ്താദേ, നിങ്ങൾ എത്ര വഅദ് പറഞ്ഞാലും ഞങ്ങൾ ഇങ്ങനെയാണ്. ജീവിതം ആസ്വദിക്കാനുള്ളതാണ്, ജീവിതം സുഖിക്കാനുള്ളതാണ്. നിങ്ങൾ എത്ര പറഞ്ഞാലും ഞങ്ങൾ നന്നാകില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇന്നത്തെ യുവതലമുറ അടിച്ചു പൊളിക്കുമ്പോ 1400 കൊല്ലം മുമ്പ് ജീവിച്ചിരുന്ന ആ സ്വഹാബത്തിന്റെ ചരിത്രമെടുത്ത് വായിക്ക് ചെറുപ്പക്കാരാ. ബദർ ദിനം കഴിഞ്ഞല്ലോ. 20 വയസ്സിന്റെ മുകളിൽ പ്രായമുള്ള എത്ര സ്വഹാബികളാണ് ബദറിൽ പങ്കെടുത്തതെന്ന് നിനക്കറിയുമോ? എല്ലാം ചെറുപ്പക്കാരാ മോനെ. നിന്റെ പ്രായമേ ഉണ്ടായിരുന്നു ചെറുപ്പക്കാരാ. ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്തത് 20 വയസ്സിന്റെ താഴെ പ്രായമുള്ള ഒരുപാട് സ്വഹാബാക്കളാണ് ബദറിൽ പങ്കെടുത്തത്. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പ്രവാചകനെ എന്ന് പറയുകയാണ്, ആ യുദ്ധത്തിൽ പങ്കെടുത്ത കൗമാരക്കാരെന്നറിയുമോ? മഹാനായ തൽഹത്ത് ബിൻ ഉബൈദില്ല റളിയല്ലാഹു തആല അൻഹു, സുബൈർ ബിൻ അവ്വാം, സഅദ് ബിൻ അബീ വഖാസ്, എന്നിട്ടോ സഈദ് ബിൻ സുബൈർ റളിയല്ലാഹു തആല അൻഹു തുടങ്ങുന്ന ഒരുപാട് ചെറുപ്പക്കാര് എല്ലാവരും 20 വയസ്സിന്റെ താഴെ പ്രായമുള്ളവരാ. അവരൊക്കെ ബദറിന്റെ രണാങ്കണത്തിൽ പങ്കെടുത്തവരാ. അത് മാത്രമല്ല, മഹാനായ സഹാബി പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ടവരെ, മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് റളിയല്ലാഹു തആല അൻഹു
അവിടെ നിന്ന് പറയുകയാണ്, പടച്ചവനെ, അതാ 18 വയസ്സുള്ള ഒരു ചെറുപ്പക്കാർ, 16 വയസ്സുള്ള ഒരു പൊന്നുമോൻ ബദറിന്റെ രണാങ്കണത്തിലൂടെ ഒളിച്ചൊളിച്ച് നടന്നു പോവുകയാ. ആരും കാണാതെ ഒളിച്ചു പോവുകയാണ്. സഹോദരൻ ചോദിക്കുന്നു മിസ്അബിനോട് ചോദിച്ചു, ഉമൈറിനോട് ചോദിച്ചു, എന്തിനാടാ പതുങ്ങി നടക്കുന്നത്, ഒളിച്ചും പാത്തും നടക്കുന്നത്? ഉമൈറിന്റെ മറുപടി എന്തെന്നറിയുമോ? സ്വന്തം ഇക്കയോടാണ് പറയുന്നത്, ഇക്കാ, നബിതങ്ങളെ കണ്ടാ ഞാൻ പയ്യനാണെന്ന് പറഞ്ഞ് എന്നെ തിരിച്ചു പറഞ്ഞു വിടും, യുദ്ധത്തിന് സമ്മതിക്കൂല. ഞാൻ പയ്യനാണെന്ന് പറഞ്ഞ് എന്നെ യുദ്ധത്തിന് വരണ്ട എന്ന് പറഞ്ഞ് എന്റെ ജ്യേഷ്ഠനോട് പറയുകയാണ്, നബിതങ്ങൾ എന്നെ പറഞ്ഞു വിടും. അതുകൊണ്ട് റസൂലുള്ള കാണാതെ ഒളിഞ്ഞു നടക്കുകയാ, മുത്തുനബി കാണാതെ ഒളിഞ്ഞു നടക്കുകയാ. ആ 16 വയസ്സുകാരൻ അവസാനം നബിതങ്ങളുടെ മുമ്പിൽ ചെന്നു. അള്ളാന്റെ റസൂല് പറഞ്ഞു, നീ പയ്യനാണ്, നീ വിദ്യാർത്ഥിയാണ്, 16 വയസ്സേ ഉള്ളൂ, നീ യുദ്ധത്തിന് വരണ്ട. നബിതങ്ങളുടെ കാല് പിടിച്ചിട്ട് കരഞ്ഞടാ ചെറുപ്പക്കാരാ. സ്വന്തം ബാപ്പയത്തെല്ലാം കൈപൊക്കുന്ന യുവത്വമേ, എന്റെ പ്രിയപ്പെട്ട യുവത്വം അറിയേണ്ട കാര്യമാണ്. അള്ളാന്റെ റസൂലിന്റെ മുമ്പിൽ 16 വയസ്സുകാരൻ മുത്തുനബിയുടെ കൈ പിടിച്ചിട്ട് കരയുകയാ, എന്നെ പറഞ്ഞു വിടല്ലേ നബിയേ, എനിക്ക് ഷഹീദാകണം നബിയേ, എനിക്ക് സ്വർഗത്തിൽ പോകണം നബിയേ. മുത്തുനബിയുടെ കൈപിടിച്ച് കരയുകയാണ്. അവസാനം അവന്റെ സങ്കടം കണ്ടിട്ട് നബിതങ്ങൾ അവിടുന്ന് സമ്മതം കൊടുത്തു. അതാ ജ്യേഷ്ഠം പറയുകയാണ്, അനുജന്റെ വാള് പിടിക്കേണ്ടത് എങ്ങനെയാണെന്ന് പോലും അറിയില്ല, അവന്റെ പരിച കെട്ടിക്കൊടുത്തത് ഞാൻ തന്നെയാണ്. എന്റെ സഹോദരൻ ബദറിന്റെ രണാങ്കണത്തിൽ ഷഹീദായെന്ന് പറയുമ്പോ ഇന്നത്തെ 16 വയസ്സുകാരന്റെ കാര്യം പറയാനില്ലടോ. എന്തിനാ, ചെറിയ മക്കളുണ്ടല്ലോ, 10 വയസ്സുള്ള 12 വയസ്സുള്ള നമ്മളുടെ മക്കളുടെ അവസ്ഥ എന്താ? എന്റെ പ്രിയപ്പെട്ടവരെ, സഅദ് ഇബ്നു അബീ വഖാസ് പറയുകയാണ്, ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് പോകുമ്പോ മുഅവ്വദും മുഅദാ 2 കുട്ടികള് അവിടുന്ന് ചരിത്രം പറയുകയാണ്. ബദറിന്റെ രണാങ്കണത്തിൽ യുദ്ധത്തിന് കടന്നു ചെല്ലുമ്പോ അതാ തന്റെ മറുഭാഗത്ത് ഇടതും വലതും 2 മക്കളാണ്. പടച്ചവനെ, ആരൊക്കെയാണെന്നറിയുമോ? മുആദും മുഅവ്വദും എന്ന് പറയുന്ന 2 ചെറിയ വിദ്യാർത്ഥികൾ, 2 കുട്ടികളാണ് ബദറിന്റെ രണാങ്കണത്തിൽ നിൽക്കുമ്പോ വലതുഭാഗത്തും ഇടതുഭാഗത്തും നിൽക്കുന്നത്. മഹാനായ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ഞാൻ ബദർ യുദ്ധത്തിൽ പോകുമ്പോ എന്റെ വലതുഭാഗത്ത് ഇടതുഭാഗത്ത് നിൽക്കുന്ന 2 കൊച്ചു മക്കളാ, മുഅവ്വദും മുആബിദും, 2 ചെറിയ വിദ്യാർത്ഥികൾ. ഇപ്പൊ മഹാനവറുകൾ ചിന്തിച്ചു പോയി, അല്ലാ, യോദ്ധാക്കൾ വല്ല ആയിരുന്നെങ്കിൽ യുദ്ധത്തിന് പോയല്ലേ, ഈ 2 കുട്ടികളുടെ കൂടെ ഞാൻ എങ്ങനെ പോകാനാ? അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, പടച്ചവനെ, ഞാൻ ആഗ്രഹിച്ചു പോയി, വല്ല യോദ്ധാക്കളും ആയിരുന്നെങ്കിൽ എത്രയോ നല്ലതായിരുന്നു. അപ്പൊ ഈ കുട്ടികള്, ആ സഹാബി പറയാ, ഈ വലതും ഇടതും നിൽക്കുന്ന മക്കള് മഹാനവറുകളോട് ചോദിക്കുകയാണ്. മഹാനവർ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയുന്നു, ആ കുട്ടികൾ ചോദിക്കുന്നു, യാ അമ്മി, നമ്മള് മാമാ മാമാന്ന് വിളിക്കൂലേ, ഏ മാമാന്ന് വിളിക്കണത് പോലെ ഈ വിദ്യാർത്ഥികൾ ചോദിക്കുകയാണ്, യാ അമ്മി. അവിടെ നിന്ന് വിളിച്ചിട്ട് ചോദിക്കുന്നു, ഏ മാമാ, ഈ അബൂജഹൽ ആരാണെന്നൊന്ന് കാണിച്ചു തരുമോ? ആ കുട്ടികൾ ചോദിക്കുകയാണ്. ഇന്നത്തെ നമ്മൾ ചിന്തിക്കേണ്ട, യാ അമ്മ ഹൽ തഅരിഫു അബൂജഹൽ ആരാ? അപ്പൊ മഹാനവറുകൾ അവിടെ നിന്ന് ചോദിച്ചു, നിങ്ങൾക്ക് അറിയോന്ന്, അബൂജഹലിനെ അറിയോന്ന് ചോദിച്ചു. അപ്പൊ അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറഞ്ഞു, എനിക്കറിയാം. വമാ ഹാജത്തുക്ക്, നിങ്ങൾ എന്തിനാ അബൂജഹലിനെ തിരക്കണേ? ഈ കുട്ടികളോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ മക്കളെ അബൂജഹലിനെ തിരയണേ? അപ്പൊ അവർ കുട്ടി പറയാ, അവൻ നബിതങ്ങളെ ചീത്ത വിളിച്ചിട്ടുണ്ട്, അള്ളാന്റെ റസൂല് സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ അവൻ ഒരുപാട് ഉപദ്രവിച്ചിട്ടുണ്ട്, അതുകൊണ്ടാണ് ഞങ്ങൾ അവനെ തിരയുന്നേ. ഞങ്ങളുടെ ആരുടെയെങ്കിലും കയ്യിൽ കിട്ടിയ, അവൻ പറയാ, ആ ചെറിയ മക്കള് അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങളോട് പറയാ, എന്റെ കയ്യിൽ കിട്ടിയ ഒന്നുകിൽ അവൻ മരിക്കും, അല്ലെങ്കിൽ ഞാൻ മരിക്കും. ആ ചെറിയ കുട്ടി പറയാ, അബൂജഹലിനെ എന്റെ കയ്യിൽ കിട്ടിയ ഒന്നീ ഞാൻ മരിക്കും, അല്ലെങ്കിൽ അവൻ മരിക്കും. ഞങ്ങൾ 2 പേരിൽ ഒരാളെ ഉണ്ടാവും. ഇപ്പുറത്ത് നിൽക്കുന്നവൻ വിളിക്കുന്നു, മാമാ മാമാ, എനിക്കൊന്ന് കാണിച്ചാ മാമാ ആരാ? ഓഹ്, അബ്ദുറഹ്മാൻ ഇബ്നു ഔഫ് തങ്ങൾ പറയാ, ആ കുട്ടികളുടെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയെന്ന്. ആ കുട്ടികളുടെ ആ ഒരു ധൈര്യത്തിന്റെ മുമ്പിൽ ഞാൻ ഒന്നുമല്ലാതായിപ്പോയി. സഹാബി കാണിച്ചു കൊടുത്തത് അതുകൊണ്ട് അവനാ, ആ വരുന്നവൻ കാണിച്ചു കൊടുത്തു. ആ കൊച്ചു കുട്ടികളാണ് അവനെ കൊന്നുകളഞ്ഞത്. ഇന്നത്തെ മക്കൾ മൊബൈലിന് വേണ്ടി
ഇന്നത്തെ കുട്ടികളുടെ ജീവിതം എന്താ? ഇവിടെ നമ്മൾ പറയുന്നത്, ഇപ്പൊ താമരശ്ശേരിയിൽ ഒരുത്തൻ ഉമ്മായെ വെട്ടിക്കൊന്നു, എൻ്റെ വീടിന്റെ പരിസരത്ത് ഒരുത്ത 5 എണ്ണത്തിനെ കൊന്നു കളഞ്ഞേ. ഇതൊക്കെ വായിക്കുമ്പോൾ നമ്മൾ പറയും കഞ്ചാവാ കഞ്ചാവാ കഞ്ചാവാ. പോട്ടെ, കഞ്ചാവാ, മയക്കുമരുന്നാ. എന്നാ ഞാൻ ചോദിക്കട്ടെ, നിന്റെ മോൻ നിന്റെ അടുത്ത് ചൂടാവുന്നത് കഞ്ചാവ് അടിച്ചിട്ടാ? നിങ്ങളെന്താ ഇങ്ങനെ ഇരിക്കണേ? നിന്റെ മോൻ എത്ര വയസ്സുണ്ട് നിനക്കറിയാലോ. അവൻ നിന്റെ അടുത്ത് ചൂടാകുന്നത് കഞ്ചാവ് അടിച്ചിട്ടാ, അല്ലെങ്കിൽ മയക്കുമരുന്ന് വലിച്ചിട്ടാ, MDMA വലിച്ചിട്ടാ? അല്ല. നീ എത്ര ഉപദേശിച്ചു നോക്കി നിന്റെ മോനെ, മോനെ നന്നാവടാ നന്നാവടാ. ഇപ്പൊ ഈ സദസ്സിൽ 2 വിഭാഗമുണ്ട്. ഒന്നാമത്തെ വിഭാഗം, ഉസ്താദേ എൻ്റെ മക്കൾ എന്തേ ഉസ്താദ് ഇങ്ങനെ ആയിപ്പോയെ, എത്ര ഉപദേശിച്ചു, എന്തൊക്കെ ചെയ്തു, നന്നാകുന്നില്ല ഉസ്താദ്, എത്ര വഴുത് കേട്ടു, ഒരു മാറ്റവും ഇല്ല. രണ്ടാമത്തെ വിഭാഗം, മക്കളിരുന്ന് കരയുന്നു, എൻ്റെ വാപ്പ എന്താ അല്ലാ ഇത്രയും പ്രായമായിട്ട് നന്നാകാത്തെ. മക്കളുടെ വാപ്പയുടെ സങ്കടം എന്താ? എൻ്റെ മോൻ എന്തേ പടച്ചവനെ ഇങ്ങനെ ആയിപ്പോയത്, നന്നാകുന്നില്ലല്ലോ. മോന്റെ സങ്കടം എന്താ? ഇയാൾക്ക് പ്രായമായി മുടിയൊക്കെ നരച്ചിട്ട് എൻ്റെ ഉപ്പ ഇപ്പോഴും ഇങ്ങനെ നടക്കുക, നന്നാകുന്നില്ലല്ലോ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. എന്തേ അതിന്റെ കാരണം? വഴുതില്ലാഞ്ഞിട്ട, ഉപദേശങ്ങളില്ലാഞ്ഞിട്ട. നിനക്ക് മദ്രസയും മത്തീങ്കാനയും എന്തൊക്കെ ഉണ്ടില്ല, ഞാൻ അങ്ങോട്ട് പോണില്ല. ഉപദേശം ഇല്ലാത്തതുകൊണ്ടാണ് നന്നാകാത്ത. ലോകത്ത് ഏറ്റവും കൂടുതൽ ഉപദേശം കേൾക്കണത് നമ്മളാ. നമ്മളെപ്പോലെ ഉപദേശം കേൾക്കുന്ന ഒരാൾ ലോകത്തില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ. ഈ ഇരിക്കണ താത്താന്മാരെ പോലെ വഴുത് വെക്കണ ആരെങ്കിലും ലോകത്തുണ്ടോ? എല്ലാത്തിന്റെ മൊബൈല് നിറയെ വഴുത. രാവിലെ 4 മണിക്ക് തുടങ്ങും, അങ്ങനെ തുടങ്ങിയ രാത്രി 12 മണി വരെയൊക്കെ. നമ്മുടെയൊക്കെ വഴുത് ഇരുമ്പോൾ 1 മണിയാ ഇല്ലെത്തി. നമുക്കൊക്കെ 3 നമ്മുടെയൊക്കെ വഴുത്. ഓൻ ഇങ്ങനെ നോക്കിയിരിക്കും. എൻ്റെ വഴുത് നിർത്തണമെന്ന് ആകെ ആഗ്രഹിക്കണം ഓൻ മാത്രമേ ഉള്ളൂ. മൈക്കസെറ്റുകാരൻ മാത്രം. കാരണം എന്താ? ഓൻ്റെ ജനറേറ്ററിനകത്ത് ഡീസൽ തീർന്നുകൊണ്ടിരിക്കുക, ഓനുറങ്ങണ്ടേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ലോകത്ത് ഏറ്റവും കൂടുതൽ വഴുത് കേൾക്കണത് ഈ പെണ്ണുങ്ങളാണ്. എന്നാൽ ഇവരുടെയൊക്കെ സ്വഭാവം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അല്ലാഹു അഅലം. പക്ഷേ നമ്മുടെ ഭാര്യമാരെ, നമ്മുടെ സഹോദരിമാരെയൊക്കെ നന്നാക്കി തരുമാറാകട്ടെ. എന്തേ നന്നാകാത്തത്? എന്നാ വഴുതെന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? വഴുതെന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറയുന്നുണ്ട്. അള്ളാഹിന്റെ വിശുദ്ധമായ ഖുർആനിൽ അള്ളാഹു ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഖിയാമത്ത് നാള് വരെയുള്ള ആൾക്കാർ മുഴുവനും ഈ പെണ്ണിനെ കണ്ടുപിടിക്കാനാ പറഞ്ഞേ. ഒരു പെണ്ണിന്റെ ചരിത്രം പറഞ്ഞിട്ട് അല്ല പറയാ, ഖിയാമത്ത് നാള് വരെയുള്ള മുസ്ലിമീങ്ങൾ ഓളെ കണ്ടുപിടിക്കണം. ആ ഓള ആരാ? ഏതെങ്കിലും നബിയുടെ ഉമ്മ ആണോ? അല്ല. ഏതെങ്കിലും പ്രവാചകന്റെ ഭാര്യയാണോ? അല്ല. ഏതെങ്കിലും പ്രവാചകന്റെ മകളാണോ? അല്ല. നിന്നെ പോലെ ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മോള്. വലിയ കുടുംബമൊന്നുമില്ല, പ്രവാചക കുടുംബമൊന്നുമല്ല. ഒരു സാധാരണ ഒരു മനുഷ്യന്റെ മകളെ കാണിച്ചിട്ട് അല്ല പറയുന്നു, ഖിയാമത്ത് നാള് വരെയുള്ളവർ ഓളെ കണ്ടുപിടിക്കാൻ. ആ ഓള ആരാ? ജീവിതത്തിൽ ഒറ്റ വഴുത കേട്ടിട്ടുള്ളൂ. ജീവിതത്തിൽ ഒരേ ഒരു പ്രഭാഷണമേ ആ പെണ്ണ് കേട്ടിട്ടുള്ളൂ. അതാണ് പ്രഭാഷണം. ജീവിതത്തിൽ ഒറ്റ പ്രസംഗം കേട്ട പെണ്ണിനെ കാണിച്ചിട്ട് അല്ല പറഞ്ഞ് ഇങ്ങനെ ആകണമെന്ന്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ പെണ്ണാരാ? മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. മഹദിയായ ആസിയ ബീബി റളിയല്ലാഹു തആല അൻഹ. അതാ പെണ്ണ്. ആരുടെ ഭാര്യ? ആരുടെ ഭാര്യ? നിങ്ങളെന്തെങ്കിലും ഇരിക്കുന്നത്? ആരുടെ ഭാര്യ ആസിയ? സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യ. ഹാജിയാരുടെ ഭാര്യയാണോ? തങ്ങളുടെ ഭാര്യയാണോ? ഉസ്താദിന്റെ ഭാര്യയാണോ? അല്ല വാപ്പ, സാക്ഷാൽ ഫിർഔനിന്റെ ഭാര്യയാണ് ആസിയ. ആ ആസിയ ബീവിയെ പോലെ ആകാനാ അല്ല പറയുന്നേ. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. ആ പെണ്ണ് കേട്ട വഴുത് സിറാജ് ഉസ്താദിന്റെ ആയിരുന്നില്ല. അതാ പ്രത്യേകത. ആ പെണ്ണ് കേട്ട വഴുത് ആരുടേതാ? മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം. മൂസാ നബി ഫിർഔനിന്റെ കൊട്ടാരത്തിൽ ചെന്നിട്ട് ഫിർഔനിനോട് വഴുത് പറയുന്നത് കേട്ട മഹദിയാണ് ആസിയ. അതാണ് വഴുത്. പ്രവാസനം കേട്ടാൽ അത് ജീവിതത്തിൽ മാറ്റമുണ്ടാകണം. അപ്പം നിങ്ങൾ ചോദിക്കും, പിന്നെ ഉസ്താദെ നിങ്ങളുടെ വഴുത് കേട്ടിട്ട് ഞങ്ങൾക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ. എൻ്റെ പൊന്നാര കാക്കാമാരെ, നിങ്ങളാരെയും നന്നാക്കാനല്ല ഞാൻ വഴുത് പറയുന്നത്. ഞാൻ വഴുത് പറയുന്നത് എനിക്ക് നന്നാകാൻ വേണ്ടിയാ. അള്ളാഹു എന്നെ ഒന്ന് നന്നാക്കി തരുമാറാകട്ടെ. കരുണയില്ലാത്ത മനുഷ്യന്മാർ ആമീൻ പറയടോ. നിങ്ങൾ നോമ്പുകാരാ, 40 പേരിൽ കൂടുതലുണ്ട്. ആരുടെ എങ്കിലും ഒരു ആമീ മതി, ഞാൻ രക്ഷപ്പെടാൻ. അള്ളാഹു എന്നെ നന്നാക്കി തരുമാറാകട്ടെ. അള്ളാഹു എന്നെ നന്നാക്കുമാറാകട്ടെ. അള്ളാഹു നിങ്ങളെയും നന്നാക്കി തരുമാറാകട്ടെ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, എന്തുകൊണ്ടാണ് നമ്മൾ നന്നാകാത്തത്? ഞാൻ നിർത്താറായോപ്പാ. സംഘാടകർ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടക്കുന്നു. ചങ്ങായി, നിങ്ങളുടെ ബേജാറ് കാണുമ്പോൾ എനിക്ക് ബേജാറ്.
ഉസ്താദ് ബക്കറ്റും എടുത്തില്ല, ഒന്നും എടുത്തില്ല. എനിക്കാണെങ്കിൽ കഴുത്ത് തിരിക്കാൻ പറ്റുന്നില്ലല്ലോ. അള്ളാഹു നമ്മുടെ രോഗങ്ങൾക്കൊക്കെ ശിഫ നൽകുമാറാകട്ടെ. അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. ലത്തീഫ് എന്നെ കാണുമ്പോൾ വിഷമോ. ഉസ്താദ് ഇങ്ങനെ ഓരോ പ്രാവശ്യം കാണുമ്പോഴും തടി കുറഞ്ഞുകൊണ്ടിരിക്കുക. ഞാൻ 10-15 കിലോ കുറഞ്ഞിപ്പോൾ. അത് സമയമുണ്ടോ അപ്പോഴൊക്കെ. ശരി, അള്ളാഹു നമുക്ക് നമ്മുടെ രോഗങ്ങൾക്കൊക്കെ അള്ളാഹു ശിഫ നൽകുമാറാകട്ടെ. നോമ്പ് പിടിക്കാനുള്ള ആഫിയത്തും ആരോഗ്യവും അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ. ഡോക്ടർ എന്നെ പറയുക, നിങ്ങൾ എന്ത് മനുഷ്യനാ, നിങ്ങൾ നോമ്പ് പിടിക്കണ്ട, നോമ്പ് ഓനിങ്ങനെ പറഞ്ഞാൽ മതിയല്ലോ. സുഖമില്ല നോമ്പ് പിടിക്കണ്ട, ആരോഗ്യമില്ല നോമ്പ് പിടിക്കണ്ട എന്ന് അവർ പറയും. പക്ഷെ നോമ്പ് നഷ്ടപ്പെട്ടാലുള്ള സങ്കടം എന്താണെന്ന് അവനല്ലേ അറിയുന്നവനല്ലേ അറിയൂ. ഡോക്ടർക്ക് അതറിയില്ലല്ലോ. ഞാൻ ഡോക്ടറെ കാണാൻ പോകുമ്പോൾ എന്നെ വഴക്ക് പറഞ്ഞുകൊണ്ടിരിക്കുക, നിങ്ങൾ പിടിക്കണ്ട പിടിക്കണ്ട പിടിക്കണ്ടെന്ന്. അവർക്കങ്ങനെ പറയാടോ. പക്ഷെ ഒരു റമദാനിലെ ഒരു നോമ്പിന് പകരം സത്യം പറഞ്ഞ ജീവിതകാലം മുഴുവനും നോമ്പ് പിടിച്ചാലും അതിന് പകരമാവില്ല. അതാ റമദാൻ. സത്യം പറഞ്ഞാൽ റമദാനിലെ ഒരു നോമ്പിന് പകരം ഒരു കൊല്ലമല്ലടോ, ജീവിതകാലം മുഴുവനും പിടിച്ചാലും അത് പകരമാകില്ല. ഞങ്ങളൊക്കെ പറയാറുണ്ട്, നോമ്പ് പിടിക്കുന്നവന് റയ്യാൻ എന്ന് പറയുന്ന വാതിലുണ്ട്, അല്ലെങ്കിൽ സ്വർഗം ഉണ്ടെന്നൊക്കെ പറയും. സത്യത്തിൽ അതൊന്നുമല്ല പ്രതിഫലം. ഒരു നോമ്പുകാരൻ അള്ളാഹു കൊടുക്കുന്ന പ്രതിഫലം എന്താണെന്ന് അള്ളാഹിനെ അറിയത്തുള്ളൂ, വേറെ ആർക്കും അറിയില്ല. അള്ളാഹുവിന് മാത്രമേ അറിയത്തുള്ളൂ നോമ്പിന്റെ പ്രതിഫലം എന്താണെന്ന്. അള്ളാഹു നമുക്ക് ആ പ്രതിഫലം നൽകുമാറാകട്ടെ. ഈ സംഘാടകർ ബക്കറ്റ് എടുത്തു. ഇൻഷാ അല്ലാഹ് എന്തായാലും അൽഹംദുലില്ലാ ഒരു നന്മയാ. അസ്സദഖത്തു റദ്ദുൽ ബലാ. സദക്ക കൊടുക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് ആ നേട്ടം, സംഘാടകർക്കല്ല നേട്ടം. അള്ളാഹിക്ക് നിങ്ങളുടെ ആരുടെയും പൈസ വേണ്ട. എടോ, സദക്ക കൊടുത്താൽ വിപത്തുകളും ദുരന്തങ്ങളും. ഇന്ന് രാവിലെ എനിക്കറിയുന്ന ഞാനുമായി വല്ലാത്ത ബന്ധമുള്ള ഒരു കുടുംബം, ആ വാപ്പ രാവിലെ മകളെ ഫോൺ വിളിച്ചിട്ട് പതിവില്ലാതെ ഒരുപാട് നേരം സംസാരിച്ചു. മകളുടെ ജീവിതത്തെക്കുറിച്ചൊക്കെ ഒരുപാട് നേരം സംസാരിച്ചു. എന്നിട്ട് അപ്പൊ മോള് തന്നെ ചോദിക്കുന്നു, എന്ത് പറ്റി ഇപ്പൊ നിങ്ങൾ പതിവില്ലാതെ സംസാരിക്കണല്ലോ? മരിച്ചുപോയ മോനെ കുറിച്ചൊക്കെ സംസാരിച്ചു. ആ വാപ്പ പേസ്റ്റ് വാങ്ങുന്നതിന് വേണ്ടി വീടിന്റെ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ ഒരു ബൈക്ക് വന്നു, ഇങ്ങനെ മുകളിലേക്ക് പൊങ്ങി താഴെ വീണു. ഇപ്പൊ തലയിൽ ബ്ലഡ് നിൽക്കാതെ വെന്റിലേറ്ററിലാണ് ആ ഉപ്പ. എന്നെ വല്ലാതെ സ്നേഹിക്കുന്ന ഒരു ഉപ്പയാ. അള്ളാഹുവെ നീ ശിഫ കൊടുക്കണേ അല്ലാ, അള്ളാഹുവെ നീ രക്ഷപ്പെടുത്തണേ അല്ലാ. പടച്ചവൻ ആ ഉപ്പാനോട് നീ കരുണ കാണിക്കണേ അല്ലാ. അള്ളാഹു ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട്, ഈ വിശുദ്ധമായ റമളാൻ മാസത്തിന്റെ ബറക്കത്ത് കൊണ്ട് 3-4 കുടുംബങ്ങളുടെ പ്രതീക്ഷയാ. ആ ഉപ്പയോട് നീ കരുണ കാണിക്കണേ പടച്ചവനെ. ആ ഉപ്പാന് നീ ആഫിയത്തും ദീർഘായുസും കൊടുക്കണേ തമ്പുരാനെ. ഡോക്ടർ 24 മണിക്കൂർ പറഞ്ഞിരിക്കുക ആ ഉപ്പായ്ക്ക്. എൻ്റെ പ്രിയപ്പെട്ടവരെ, നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഇതാ. അപ്പം മനുഷ്യൻ്റെ കാര്യം നിനക്കും വേണ്ടേ വല്ലതും. ഇൻഷാ അല്ലാഹ് എന്ന് ലത്തീഫ പ്രതിഫലം കൊണ്ടുവന്ന് പിരിവിന് സമയമാകുമ്പോൾ ഓൻ്റെ കയ്യിൽ പൈസ കൊടുത്തെങ്കിൽ വിടും. എനിക്കും വേണ്ടേ ലത്തീഫ വല്ലത്. ഇൻഷാ അല്ലാഹ്. അതുകൊണ്ട് റോഡേ പോകുന്നവരാ, നീ വണ്ടി ഓടിക്കണമെന്നില്ല, നടന്നു പോയാലും വരാനുള്ളത് വരും. അപകടങ്ങളും ദുരന്തങ്ങളും മാരകമായ രോഗങ്ങൾ, പനി പടരുന്നത് പോലെ ക്യാൻസർ പടരുകയാ. എത്ര പേരാ ക്യാൻസറിന് വേണ്ടി ദുആ ചെയ്യാൻ പറയുന്നവർ. അല്ലാഹു സുബ്ഹാനഹു വ തആല ശിഫ നൽകുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാ മനസ്സറിഞ്ഞുകൊണ്ട്. ആരാപ്പ ബക്കറ്റും കൊണ്ട് നടക്കണത്? സ്വർണ്ണപ്പല്ലൊക്കെ ഊരി മാറ്റി വെപ്പാ. മാഷാ അല്ലാഹ്. നമ്മുടെ ചങ്ങാതി, നമ്മുടെ യൂസുഫിന്റെ ഒക്കെ ജ്യേഷ്ഠനാ. നമ്മുടെ കുടുംബത്തിൽ ആരുടെ ഒരു കിഡ്നി കഴിഞ്ഞ കിഡ്നി മാറ്റിയൊക്കെ സർജറി എന്തുണ്ടായിരുന്നല്ലോ യൂസുഫിന്റെ? പെങ്ങളുടെ മോന് കിഡ്നി മാറ്റി വെച്ചു. യൂസുഫൊക്കെ വിളിച്ച് ദുആ ചെയ്യണമെന്ന് പറഞ്ഞു. അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ്സ് കൊടുക്കുമാറാകട്ടെ.